الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون صدق الله مولانا العظيم قال النبي صلى الله عليه وسلم الجنة مشتاقة إلى 4 نفر في آخر الحديث قال نبينا وحبيبنا رسول الله صلى الله عليه وسلم سيد الأبرار حبك في دمي بحر على بحر الصبابة جاري لك يا رسول الله في أعماقنا قمم إلى الجلال والإكرام يا صيد السادات جئتك قاصدا أرجو رضاك وأختمي وحماك പാപങ്ങളോരോ നെണ്ണി നീ കരയേണ്ടതാ വിജനസ്ഥലം അതിനേറ്റവും പറ്റുന്നതാ നീ ചെയ്ത തെറ്റിൻ്റാഴമോർത്തിട്ടുണ്ടടാ നടി നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി ഇത് കണ്ട് നിന്നോടലിവു റബ്ബിന് തോന്നണം പടിവാതിലൊഴിയാതെവിടെയും നീ കരയണേ. സ്റ്റേജിൽ ഉപസ്ഥരായിരിക്കുന്ന ബഹുവന്ദനായ ആദരണീയനായ മണിയൂർ ഉസ്താദ് അവറുകൾ, ഖത്തർ ഹാജി ഉൾപ്പെടെ ഉള്ള ഇതിൻ്റെ സംഘാടകർ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, മുത്താലിം സുഹൃത്തുക്കൾ, ഉപ്പമാർ, ഉമ്മമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിൻ്റെ വഴിത്താരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മളുടെ മാർഗദർശികൾ, നമ്മുടെ മുൻഗാമികൾ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനും സർവീശ്വരനും സർവശക്തനും സർവാധിപതിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഗതകാല ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും ഈ പുണ്യമായ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, SKSF സംഘടിപ്പിച്ച റമദാൻ പ്രഭാഷണത്തിൻ്റെ അവസാന ദിവസമാണ്. ഈ അവസാന ദിവസം എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. അൽഹംദുലില്ലാ, ഒരുപാട് പ്രസംഗങ്ങൾ, ബഹുമാനിയായ മണിയൂർ ഉസ്താദിനെ കുറിച്ച് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഉസ്താദിനോട് ഒരു വല്ലാത്ത ഒരു ബന്ധമുണ്ട്. അള്ളാഹു മരിക്കോളം നിലനിർത്തി തരുമാറാകട്ടെ. ഒരു ശിഷ്യൻ എന്ന രീതിയിലല്ലാതെ ഒരു മകൻ എന്ന രീതിയിൽ എപ്പോഴും ഉസ്താദിനോടുള്ള ഒരു മഹബത്തും ഒരു സ്നേഹവും പടച്ചവൻ ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഉസ്താദിൻ്റെ ചുരുങ്ങിയ പ്രസംഗമാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഉസ്താദിൻ്റെ പ്രസംഗം. ഞാൻ അധികം അങ്ങനെ ആരുടെയും പ്രസംഗമൊന്നും റെക്കോർഡ് ചെയ്തെടുക്കാറില്ല.
പക്ഷെ ഉസ്താദ് എപ്പോൾ അത് പറഞ്ഞാലും എൻ്റെ മനസ്സിലത് വല്ലാതെ എന്തെങ്കിലും ഒരു ഇൽമദീന് കിട്ടുമെന്ന് ഒരു വിശ്വാസം എന്നെക്കൊണ്ട്. അള്ളാഹു മരിക്കുവോളം ദീനിന് വേണ്ടി ദഅവത്ത് ചെയ്യാനുള്ള ആഫിയത്തും ദീർഘായുസും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഉസ്താദിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു, പിന്നെ താജിദി ഉസ്താദിൻ്റെ പ്രസംഗം. അതിലുപരിയായിട്ട് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഇന്നാണ് ഹാജിയാരെ ഒന്ന് നേരിട്ട് കാണുന്നത്. അത്ര ഹാജിയായെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഫോണിലൂടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നാണ് നേരിട്ടെന്ന് കാണുന്നത്. അൽഹംദുലില്ലാ, വലിയ സന്തോഷം. 10-70 വയസ്സുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ചെറുപ്പക്കാരെ പോലെ ഇരിക്കുന്നു. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ദീനിന് വേണ്ടി ഒരുപാട് കാര്യം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്തയുടെ നിലനിൽപ്പിന് വേണ്ടിയും സമസ്തയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി നിസ്വാർത്ഥമായി പരിശ്രമിക്കുന്ന, പ്രായം മറന്നിട്ട് ചെറുപ്പക്കാരെ പോലെ ഓടി നടക്കുക. ചെറുപ്പക്കാരൊക്കെ മടിയും അലസതയൊക്കെ കാണിക്കുമ്പോൾ ഈ പ്രായമുള്ളവർ കാണിക്കുന്ന ആർജവം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദന്മാർ കാണിക്കുന്നതിനേക്കാളും ആത്മാർത്ഥതയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ നമ്മുടെ സമസ്തയ്ക്ക് വേണ്ടി കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ല കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ അള്ളാഹു അവർക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ പറയുക എനിക്കറിയില്ല. 11:30 ഞാൻ ഇതിൻ്റെ വിഷയത്തിലേക്ക് കടക്കാൻ, ബാങ്ക് വിളിക്കാൻ ഇനി എത്ര സമയമുണ്ടെന്ന് 1 മണിക്കൂർ പോലും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കൂടുതലൊന്നും നിങ്ങളാരെ ഇരുത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. റമദാനൊക്കെ ആയിട്ട് എന്തെന്നറിയില്ല, 2-3 ദിവസം കൊണ്ട് തൊണ്ടയ്ക്ക് നല്ല വേദനയുണ്ട്. ഉമ്മനീര് പോലും ഇറക്കാൻ പറ്റണില്ല, അത്രയ്ക്കും വേദനയുണ്ട്. എന്താണെന്നറിയില്ല. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യും. ഇന്നലെ ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു തൊണ്ടയ്ക്ക് നല്ല വേദനയുണ്ടെന്ന്. ഉമ്മയാണെങ്കിൽ തിരിച്ച് വഴക്ക പറഞ്ഞ് ദുആ ചെയ്യണതിന് വരാം, നിനക്ക് ഈ റമദാനിലെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഖബറിലേക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേ. അള്ളാഹു ശബ്ദം നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അതുകൊണ്ട് അൽഹംദുലില്ലാ, കുറച്ച് ഇന്നലെ പറഞ്ഞ ആ വിഷയത്തിൻ്റെ ബാലൻസ് പറഞ്ഞ് അവസാനിപ്പിച്ച് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരുപാട് ഉസ്താദന്മാർ സ്റ്റേജിലിരിപ്പുണ്ട്, എന്നെക്കാളും അറിവും പ്രായമുള്ളവർ. അപ്പോൾ അവരെയൊക്കെ ഇരുത്തിയിട്ട് പ്രസംഗിക്കാൻ തന്നെ ഒരു പേടിയാണ്. ഉസ്താദന്മാരെ ഇരുത്തിയിട്ട് പ്രസംഗിക്കുക എന്നുള്ളതൊരു വലിയ വിഷയമാണ്. ജാഹിലീങ്ങളോട് എന്ത് വേണമെങ്കിലും പറയാം. ആലിമ്യങ്ങൾ ഇരിക്കുമ്പോൾ ഇപ്പോഴും എത്രയോ ഏകദേശം 100-200 ഏകദേശം ഒരു 500ഓളം സ്റ്റേജിൽ വാഴ്ന്നു പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എന്നെ മദ്രസയെ പഠിപ്പിച്ച ഉസ്താദ് സ്റ്റേജിൽ ഇരുന്നാലും കാല് പറയ്ക്കും. മനസ്സിൽ മാണിയൊരു ഉസ്താദ് ഇരിക്കുന്നു, എങ്ങനെ പ്രസംഗിക്കുന്നിരുന്നു. എന്തായാലും ഉസ്താദ് ഇറങ്ങി തന്നു. ഇനിയുണ്ട് ഉസ്താദന്മാരൊക്കെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, അള്ളാഹു ആ പേടി എന്ന് നിലനിർത്തി തരുമാറാകട്ടെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാലേ തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു പേടിയാണ്. നമ്മുടെ ഉസ്താദന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രായമുള്ളവർക്കൊക്കെ മദ്രസയെ പഠിപ്പിച്ച ഉസ്താദ്, പണ്ട് പ്രായമുള്ളവരോട് ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നും പേടിയാണ്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനൊന്നുമില്ല. ഉസ്താദിൻ്റെ മുന്നിൽ കൂടെ വേണമെങ്കിലും മുണ്ടും മടക്കി കുത്തി നടന്നു പോകും. ഉസ്താദ് ഇരിക്കുമ്പോൾ കുട്ടികളും കൂടെ പോയിരിക്കും. അങ്ങനത്തെ ഒരു കാലം. പക്ഷേ പഴയ കാലങ്ങൾ അങ്ങനെയല്ല. അള്ളാഹു നമ്മുടെ ഗുരുനാഥന്മാർ മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസും അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വിശുദ്ധമായ റമദാനിൻ്റെ 2ാമത്തെ 10 ഇന്നത്തോടുകൂടി നമ്മളോട് വിട പറയുകയാണ്. അള്ളാഹു പാവങ്ങൾ പൊറുത്തവരിൽ അള്ളാഹു എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അള്ളാഹു നമുക്ക് 10 ദിവസം തരുന്നുണ്ട്. ഈ 10 ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ടത് 2 കാര്യമാണ്. ഒന്ന്, നരകത്തിൽ നിന്ന് കയറണം, സ്വർഗത്തിൽ പോകണം. നരകത്തിൽ നിന്ന് കരകയറി സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു 10 ദിവസം തരുന്നുണ്ട്. ഇനിയുള്ള 10 ദിവസം ചാകരയുടെ ദിവസമാണ്. ഓരോ ദിവസവും അള്ളാഹു 1,00,000 പേരെ നരകത്തിൽ നിന്ന് കയറ്റുമ്പോൾ ഇനിയുള്ള ദിവസത്തിൽ എണ്ണമൊന്നുമില്ല. അതിൻ്റെ 10 ഇരട്ടി അള്ളാഹു വാരിക്കോരി കേൾക്കുന്നു. 27-ാം രാവിൻ്റെ അന്നൊക്കെ അള്ളാഹു എത്ര കോടിക്കണക്കിന് ജനങ്ങളെ നരകത്തിൽ നിന്ന് കരകയറ്റുന്നു. അള്ളാഹു ആ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗം വിളിക്കുന്ന 4 വിഭാഗത്തിൽ 3 വിഭാഗം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. 3 വിഭാഗമല്ലേ പറഞ്ഞു? 2 പറഞ്ഞുള്ളൂ. 3 പറഞ്ഞില്ലേ? പറഞ്ഞു വന്നേ. ഇന്നലെ വേറെ വാതൊന്നും ഇല്ലായിരുന്നല്ലോ. 1-ാമത്തെ വിഭാഗം ഏതായിരുന്നു? നോമ്പ് പിടിക്കുന്നവർ. 2-ാമത്തെ വിഭാഗം നാവിനെ സൂക്ഷിക്കുന്നവർ. 3-ാമത്തെ വിഭാഗം പറഞ്ഞില്ല. അഭിയുണ്ടായിരുന്നല്ലോ, പറഞ്ഞില്ല. എനിക്ക് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്. എൻ്റെ ഡ്രൈവറിനോട് ചോദിച്ചപ്പം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്തായാലും അയാൾക്ക് തെറ്റിയതായിരിക്കും, എന്തായാലും നിങ്ങൾക്ക് തെറ്റൂല.
ഓർമ്മക്കുറവൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകും. കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. ചിരിക്കൊന്നും വേണ്ട. സ്വന്തം ഫോൺ നമ്പർ കാണാതറിയുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ എന്നെ നോക്കി ചിരിക്കണമെങ്കിൽ സ്വന്തം ഫോൺ നമ്പർ അല്ലാതെ വേറെ ഒരാളുടെ ഫോൺ നമ്പർ പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ട്? എല്ലാവർക്കും മറവിയുണ്ട്, മിക്കുള്ളവർക്കൊക്കെ മറവിയാണ്. പണ്ട് നമുക്ക് നല്ല ഓർമ്മയായിരുന്നു, പക്ഷേ ഇപ്പോഴൊക്കെ ഓർമ്മ കുറവാണ്. അള്ളാഹു ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എല്ലാവരെയും തിരിച്ചറിയണം. എപ്പോഴും മരിക്കുന്നത് വരെ, മരിക്കണ സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകും. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാൽ മതി, ഓർമ്മക്കുറവ് മാറും. ബുദ്ധി ഉണ്ടാകാൻ പഠനത്തിലുള്ള അലസതകളൊക്കെ, സ്കൂൾ തുറന്നിരിക്കുന്ന മക്കൾക്കൊക്കെ പഠിക്കാൻ വല്ലാത്ത അലസതയാണ്. പഠിക്കാൻ പറയുമ്പോൾ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരണക്കേടും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നടക്കും. അള്ളാഹിൻ്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിയയിലെ ഒരു ആയത്ത് രാത്രി കിടക്കുന്ന സമയത്ത് ഒരു 3 പ്രാവശ്യം ഓതിയിട്ട് നെഞ്ചിൽ ഊതിയിട്ട് കിടന്നുറങ്ങിയാൽ മതി. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായത്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. ഈ ആയത്തിന് 3 പ്രാവശ്യം ഓതിയിട്ട് നെഞ്ചത്ത് ഊതിയിട്ട് കിടന്നാൽ മതി. ബുദ്ധിശക്തി ഉണ്ടാകും, അലസതകളൊക്കെ മാറും. അള്ളാഹു നമുക്കൊക്കെ ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ സന്തോഷിൻ്റെ ബ്രഹ്മി മേടിച്ച് കഴിച്ചാൽ ബുദ്ധി ഉണ്ടാവില്ല. സന്തോഷ് ബ്രഹ്മി എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, അത് മേടിച്ചിട്ട് ആ കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവാനും മറ്റുള്ള ഖുർആൻ പറഞ്ഞു തന്ന മരുന്നാണ്. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാലി കിടക്കുന്ന ചെരുപ്പിലൊക്കെ നോക്കുക. എല്ലാവരും ഒന്ന് കാലി കിടക്കുന്ന ചെരുപ്പിൽ നോക്കുക, കളർ എന്താണെന്ന്. നിറമിൽ കറുത്ത ചെരുപ്പ് നീ ധരിക്കല്ലേ. നിറമിൽ കറുത്ത ചെരുപ്പ് ധരിക്കുന്നവന് ഓർമ്മക്കുറവുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ കാലി കിടക്കണ കറുത്ത ചെരുപ്പിനെ കൊണ്ട് കളയണമെന്ന് ഞാൻ പറയണില്ല, കളയണമെന്ന് പറയുന്നില്ല. ഇനി മേടിക്കുമ്പോഴെങ്കിലും നോക്കി മേടിക്കുക. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ സ്വഹാബത്തിനോട് പരിചയപ്പെടുത്തുന്നു, യാ സ്വഹാബാ, ലോകത്ത് കടന്നു വന്ന സർവ്വ മനുഷ്യരും സർവ്വ മുസ്ലിമീങ്ങളും ഹൃദയത്തിലൊരു കടുകുമണികടാടമുള്ളവരെല്ലാവരും അള്ളാഹുവിന്റെ സ്വർഗം കെട്ടുന്നതിന് വേണ്ടി രാപ്പകലുകൾ കഷ്ടപ്പെടുമ്പോൾ 5 നേരം നിസ്കാരം കഴിഞ്ഞിട്ട് മുസല്ലയിലിരുന്നു കൊണ്ട് പടച്ചവനെ എനിക്ക് സ്വർഗം തരണേ എന്ന് ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, യാ സ്വഹാബാ, 4 വിഭാഗം ജനങ്ങളെ പടച്ചവന്റെ സ്വർഗം ആഗ്രഹിക്കുകയാണ്. 4 വിഭാഗം ജനങ്ങളെ പടച്ചവന്റെ സ്വർഗം പിടിച്ചുകൊണ്ടിരിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് അതാ സ്വർഗം വിളിക്കുന്ന 2 വിഭാഗം നമ്മൾ പറഞ്ഞില്ലേ. 3ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം ആഗ്രഹിക്കുന്ന 3ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവനുണ്ടല്ലോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്നവനുണ്ടല്ലോ, ആ ഖുർആൻ ഓതുന്നവന് സ്വർഗം മാടി വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധമായ റമളാൻ മാസമാണല്ലോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ പുണ്യമാസമാണല്ലോ. ഈ റമളാൻ മാസത്തിൽ പോലും ഖുർആൻ ഓതാത്തവനില്ലേ? റമളാനിന്റെ 20ാമത്തെ നോമ്പ് പിടിച്ചിട്ട് ഇൽമിന്റെ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു ഖത്തമെങ്കിലും ഓതി തീർന്നിട്ടുണ്ടോ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ഖത്തമെങ്കിലും ഈ 20 ദിവസം കൊണ്ട് നിനക്ക് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു 15 ജുസുവെങ്കിലും ഓതിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ റമളാനിൽ ഒരു 12 പേജ് പോലും ഒരു ജുസ് പോലും ഓതാത്ത എത്രയോ സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, യാ സ്വഹാബാ, പടച്ചവന്റെ സ്വർഗം വിളിക്കുന്ന 3ാമത്തെ വിഭാഗമേത്? വനഹ്നു നഹ്ഫളുൽ ഖുർആന ഇലാ വജ്ഹില്ലാഹ്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതുന്നവനുണ്ടല്ലോ, അവനെ സ്വർഗം വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓതുന്നവനെ സ്വർഗം മാടി വിളിക്കുന്നു. അള്ളാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിന്റെ 20ാമത്തെ നോമ്പ് പിടിച്ചിരിക്കുന്നവർ എത്ര ഖത്ത് ഓതിയിട്ടുണ്ട്? എത്ര ഖത്ത് ഓതി? ഒരു ഖത്തമെങ്കിലും ഓതിയവരെന്ന് കൈവക്കിക്കുക താത്താമാർ. അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇനിയും ഉണ്ട്, ഓതിക്കോ, ഇനിയും ഓതി. ഈ വരുന്ന ഞായറാഴ്ച എൻ്റെ പള്ളിയിൽ ഒരു ദുആ ഉണ്ട്.
313 ഖത്ത് ഓതി 50 ലക്ഷം സലാത്ത് പറഞ്ഞിട്ടാണ് ദുആ ചെയ്യുന്നത്. കഴിഞ്ഞ റമദാനിൽ 27-ാം രാവ് മുതൽ സലാത്ത് പറയാൻ തുടങ്ങിയതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ളുഹർ നിസ്കാരത്തിന് മുമ്പ് യാസീൻ ഓതി 313 ഖത്തവും 50 ലക്ഷം സലാത്തും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളും പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, വിളിച്ചു പറഞ്ഞാൽ മതി, എണ്ണം വിളിച്ചു പറഞ്ഞാൽ മതി, നിങ്ങൾക്കും ആ ദുആയിൽ പങ്കെടുക്കാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ആണെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, സ്വാമാരുടെയൊക്കെ നമ്പരൊക്കെ ഉണ്ട്, വിളിച്ചു പറഞ്ഞാൽ മതി. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ മാസം, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പോലും ഖുർആൻ ഓതാത്തവർ എന്തേ? നമുക്ക് എന്ത് പറ്റിപ്പോയി? നമുക്കെന്തേ? അള്ളാഹിൻ്റെ ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ. വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ ഈ പുണ്യമാസത്തിൽ പോലും പള്ളിക്കകത്ത് പൊടിയടിച്ചിരിക്കുക ഖുർആൻ. പള്ളിക്കകത്ത് റമളാൻ മാസത്തിൽ പോലും ഓരോ പള്ളിക്കകത്ത് കയറുമ്പോഴും ഏതെങ്കിലും പ്രായമുള്ള വാപ്പമാരിരുന്ന് തപ്പിപ്പറക്കി ഓതുന്ന അല്ലാതെ ചെറുപ്പക്കാരൊന്നും ഓതൂല്ല. പള്ളിക്കകത്ത് തന്നെ കയറൂലല്ലോ. ഇന്നലെ വാട്സപ്പിൽ ഇങ്ങനെ ഒരു വാർത്ത കണ്ടു. പള്ളിയിൽ ഇന്ന് പള്ളിയിലൊക്കെ ചെറുപ്പക്കാർ വരുന്നതിന് വേണ്ടി ഇന്ന് പള്ളിയിലൊക്കെ നെറ്റ് ഫ്രീയാ. കമൻസിൻ്റെയൊക്കെ പള്ളിയിൽ നെറ്റ് ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചെറുപ്പക്കാർ പള്ളിക്കകത്തേക്ക് ഇടിച്ച് കയറുകയെന്ന്. അതിൻ്റെ താഴെ ഉരുത്തിയിട്ടിരിക്കുന്നു, പിറ്റേ ദിവസം പള്ളിയിൽ പോയപ്പോഴത്തേക്ക് പാസ്വേഡ് ഇട്ടേക്കുന്നെന്ന്. കാരണം എന്താ? എല്ലാവരും കയറിക്കൊണ്ടിരിക്കല്ലേ. കളിയാക്ക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ വീടിനകത്ത് അലമാരിക്കകത്ത് ഇങ്ങനെ കെട്ടുകണക്കിന് വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരതൊന്ന് തുറന്നു പോലും നോക്കില്ലല്ലോ. വീടിനകത്തിന് TV-യുടെ അടിയിലിരിക്കുന്ന ഖുർആനിൻ്റെ മുകളിലിരിക്കുന്ന പൊടി പോലും ഒന്ന് തുടച്ചു കളയാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ തയ്യാറാകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കളിക്കേണ്ടതല്ല അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. എന്തേ നിന്റെ വീട്ടിൽ സന്തോഷമില്ലാത്തത്? എന്തേ നിനക്ക് ബർക്കത്തില്ലാത്തത്? എന്തേ സമാധാനമില്ലാത്തത്? അള്ളാഹിൻ്റെ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്നിട്ട് നിനക്കെതിരെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ വീടിനകത്തിരുന്നിട്ട് നിനക്കെതിരെ ദുആ ചെയ്യുക. അള്ളാഹുവേ, എന്നെ ഒന്ന് തുറന്നു പോലും നോക്കുന്നില്ല പടച്ചവൻ. എൻ്റെ മുകളിലിരിക്കുന്ന പൊടി പോലും ഇവനൊന്നും തുടച്ചു കളയുന്നില്ല. വിടല്ലേ പടച്ചവനെ, ദുആ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുക. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഓദിക്കോ. അള്ളാന്റെ ഖുർആൻ ഓതാതെ ഉറങ്ങല്ലേ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലമെന്ത്? മഹാനായ അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മഹുല്ലാഹ് പറഞ്ഞു തരികയാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ പെങ്ങളെ? ഇനിയെങ്കിലും ഒന്ന് ഖുർആൻ എടുക്കാൻ മനസ്സുണ്ടോ? ഇനിയെങ്കിലും ഒന്ന് ഖുർആൻ ഓതാൻ മനസ്സുണ്ടോ? മഹാനായ ഇമാം ഗസ്സാലി റഹ്മഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂലിനെ തൊട്ട് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതുന്ന മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, രോഗം പിടിച്ചിട്ട് കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തി ഭാര്യ ആഗ്രഹിക്കുന്ന പടച്ചവര് കടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായല്ലോ. പടച്ചവനെ, മൂത്രവും കാശവും വാരി മടുത്തു കളഞ്ഞല്ല പടച്ചവര്. ഒന്ന് മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ അല്ലാ എന്ന് രോഗിയായി കിടക്കുന്ന ഭർത്താവിനെ കണ്ടിട്ട് ആഗ്രഹിക്കുന്ന ഭാര്യയുണ്ടല്ലോ. മക്കള് ദുആ ചെയ്യുന്ന പടച്ചവര് ഒരുപാട് വസ്തുവിനെ പോലെ കിടക്കുകയാണല്ലോ. എന്റെ ഉപ്പാനെ കൊണ്ട് എനിക്കൊരു ഉപയോഗവുമില്ലല്ലോ. പടച്ചവനെ, ഒന്ന് മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലാ എന്ന് നൊന്ത് പ്രസവിച്ച മക്കള് അതാ ആഗ്രഹിച്ചു പോകുന്ന രീതിയുണ്ടല്ലോ. അതാ കിടപ്പിൽ കിടന്ന് നരകയാതന അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതുന്നവനുണ്ടല്ലോ, അവനെ അല്ലാഹു ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എല്ലാ ദിവസവും ഓതിയ എൻ്റെ പൊന്നു മോനെ ആരെയും ബുദ്ധിമുട്ടിക്കൂല. പോകുമ്പോ സന്തോഷത്തോടെ അങ്ങ് പോകും. പോകുമ്പോ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഈ ദുനിയാവിൽ കടന്നിട്ട് ബന്ധുക്കളും സ്നേഹിച്ചവരും മുഴുവനും അല്ലാഹ് ഒന്ന് തീർന്നിരുന്നെങ്കിൽ കൊള്ളാമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകൂല. നല്ല മരണം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മഹുല്ലാഹ് പറയുകയാ, മഹാനായ ഇമാം ഗസ്സാലി പറയുന്ന പരിശുദ്ധമായ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലമെന്ത്?
മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ള പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതിയാ അവന്റെ ആഖിബത്ത് നന്നാകുമെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ള പഠിപ്പിക്കുമ്പോ മരണം നന്നാവണ്ടേ, മരണസമയം നന്നാവണ്ടേ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയാത്ത 5 സമയങ്ങളിൽപ്പെട്ട ഒരു സമയമല്ലേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിക്കാൻ ആഗ്രഹമില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ ശൈത്താൻ തന്റെ അനുചരന്മാരെ മുഴുവനും വിളിക്കുകയാ, തന്റെ അനുയായികളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് ശൈത്താൻ പറയുകയാ, ഒരവസരം കൂടെയേ ഉള്ളൂ, ഒരവസരം കൂടെയേ ഉള്ളൂ, ഇവനെ വഴിതെറ്റിക്കാൻ പറ്റുന്ന അവസാനത്തെ അവസരമാ, ഇവനെ വിട്ടുകൊടുക്കല്ലേ, ഇവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അനുവദിക്കരുത്. എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് വഴിതെറ്റിച്ചു കഴിഞ്ഞാ നിങ്ങൾ ചോദിക്കുന്നതെന്തും ഞാൻ തരാമെന്ന് ശൈത്താൻ പറയുമ്പോൾ അതാ ശൈത്താനും തന്റെ അനുയായികളെ മുഴുവൻ മരിക്കാൻ കിടക്കുന്ന സകറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന്റെ കഴുത്തിന്റെ വലത് ഭാഗത്തേക്ക് കടന്നു വരികയാ, കയ്യിൽ വെള്ളം പിടിച്ചുകൊണ്ട്. എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരാത്ത സമയമാണല്ലോ സകറാത്തിന്റെ അവസ്ഥ. ഇടത് ഭാഗത്തേക്ക് ശൈത്താൻ കടന്നു വരികയാണ്. മാതാപിതാക്കളുടെ കോലത്തില് ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരോ അവരുടെ രൂപത്തിലാ കടന്നു വരുന്നത്. കയ്യിൽ വെള്ളവും പിടിച്ചുകൊണ്ട് ഇടത് സൈഡിൽ വന്ന് നിന്നിട്ട് പറയും, പൊന്നുമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, വാപ്പയാടാ പറയുന്നത്, ഉമ്മയാടാ പറയുന്നത്, എന്റെ കരളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, കുടിക്കാൻ വെള്ളം തരാമടാ, ഈ കയ്യിലിരിക്കുന്ന വെള്ളം നിനക്ക് തരാനുള്ളതാ, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറയല്ലേ, പിടച്ചു പോകും പൊന്നുമോനെ. അതാ ശൈത്താനും തന്റെ അനുചരന്മാര് മുഴുവനും തന്റെ ഇടതുഭാഗത്ത് വന്ന് നിന്നിട്ട് നമ്മുടെ ഈമാനിന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ പരിശ്രമിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ജനങ്ങൾ മുഴുവനും കേൾക്ക്. ഉറക്കെ പറന്നുകൊണ്ട് പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹം തന്റെ വീട് കണ്ടുകൊണ്ട്, അള്ളാന്റെ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാൻ ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാന്റെ ഖുർആൻ എടുക്കുമോളെ, അള്ളാന്റെ ഖുർആൻ എടുക്കുമോളെ, ആ 114 സൂറത്തുകൾ നിനക്കൊന്നോതാൻ നിന്നെ കൊണ്ട് കഴിയുമോ? നിനക്ക് നല്ല മരണം കിട്ടുകയാണ്. മഹാനായ അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹിയുണ്ടല്ലോ, മരിക്കാൻ കിടക്കുകയാ, മരിക്കാൻ കിടക്കുകയാ. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന പുണ്യമായ കിതാബ് എഴുതിയ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി സക്കറാത്തിന്റെ അവസ്ഥയിൽ കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മരണത്തിന്റെ സമയം കടന്നു വരുമ്പോൾ അഹ്മദ് എന്ന് പറയുന്ന തന്റെ കൂടപ്പിറപ്പിനെ വിളിക്കുകയാ, തന്റെ സഹോദരനെ വിളിച്ചിട്ട് പറയുകയാണ്, മരിക്കാൻ കിടക്കുന്ന വേളയില് അസ്റായിലിനെ നോക്കിക്കൊണ്ട് കിടക്കുമ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ട് പറയുന്നു, തന്റെ കൂടപ്പിറപ്പിനെ വിളിച്ചിട്ട് പറയുകയാ, എനിക്കൊരൽപ്പം തുണി കൊണ്ടുവരുമോ, എനിക്ക് കമ്പോളത്തിൽ പോയി എന്റെ കഫൻ തുണി ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവരുമോ, എനിക്കൊരു 3 കഷ്ടം വെള്ളത്തുണി വാങ്ങിച്ചു കൊണ്ടുവരുമോ? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുകയാണ്, തന്റെ കൂടപ്പിറപ്പിനെ പട്ടണത്തിലേക്ക് പറഞ്ഞു വിടുകയാ, കമ്പോളത്തിൽ പോയി കഫൻ തുണി മേടിച്ചു കൊണ്ടുവരികയാ. അതാ തന്റെ കൂടപ്പിറപ്പ് കഫൻ തുണി വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ കുളിച്ച് ശുദ്ധിയായിട്ടിരിക്കുകയാണ്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി കുളിച്ച് ശുദ്ധിയായിരിക്കുകയാ. തന്റെ കൂടപ്പിറപ്പ് വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് കഫൻ തുണി അങ്ങോട്ട് കൊടുക്കുമ്പോൾ 3 കഷ്ടം കഫൻ തുണി എടുത്തിട്ട് തന്റെ കാല് മുതൽ തലവര മറയ്ക്കുകയാ. തന്റെ ശരീരം മുഴുവനും കാല് മുതൽ തലവര മറച്ചിട്ട് അവസാനം കഫൻ തുണി മുഖത്തിടുന്നതിന് മുമ്പ് തന്റെ കൂടപ്പിറപ്പിനോട് പറയുകയാ, നീ ഒന്ന് വെളിയിലേക്ക് പോകുമോ, നീ ഒന്ന് വെളിയിലേക്ക് പോകുമോ? എന്നെ കാണാൻ എന്റെ അതിഥികൾ കടന്നു വരികയാ, എന്നെ കാണാൻ അതിഥികൾ വരുന്നുണ്ട്, വീടിന്റെ വെളിയിലേക്ക് കഥകടച്ചട്ടെന്നിറങ്ങി പോകുമോ? മഹാനായ അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി തന്റെ കൂടപ്പിറപ്പിനെ വെളിയിലേക്ക് പറഞ്ഞു വിടുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, കഫൻ തുണി ഇങ്ങനെ തലയിലേക്ക് മുഖത്തേക്ക് മൂടുകയാണ്, തന്റെ മുഖത്തേക്ക് മൂടുകയാ. അതാ കുറെ സമയം കഴിഞ്ഞിട്ട് അനക്കമില്ല, കുറെ സമയം കഴിഞ്ഞിട്ട് അനക്കമില്ല. തന്റെ കൂടപ്പിറപ്പ് വന്നിട്ട് അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹിനെ വിളിച്ചു നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അനങ്ങുന്നില്ല. മുഖത്തുള്ള തുണി ഇങ്ങനെ മാറ്റി നോക്കുമ്പോ പുഞ്ചിരിക്കുന്ന മുഖത്തോട്
ഉമ്മയോട് അതാ ഗസാലി റഹ്മത്തുള്ള ചിരിച്ചുകൊണ്ട് കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടത്, ഇതുപോലെയുള്ള മരണം വേണോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല നിന്നെ പോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ പച്ചയിറച്ചിയും വിചാരത്തോടു കൂടി ജീവിച്ച പെണ്ണല്ലേ, മരിച്ചതെങ്ങനെയാ പൊന്നുപോലെ? നഫീസത്തുൽ മിസ്രി മരിച്ചതെങ്ങനാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതിക്കൊണ്ട് സുന്നത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ അസ്റായീൽ അലൈഹിസ്സലാം ഇങ്ങനെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ നഫീസ റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണങ്ങോട്ട് നിറഞ്ഞപ്പോൾ അസ്റായീൽ പറഞ്ഞതെന്തെന്നറിയുമോ? റൂഹിങ്ങനെ പിടിച്ച് തന്റെ തൊണ്ടക്കുഴിയിലേക്ക് കടന്നു വരുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ നഫീസത്തുൽ മിസ്രിയ കരയുമ്പോൾ അസ്റായീൽ പറഞ്ഞതെന്തെന്നറിയുമോ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നഫീസ റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണങ്ങോട്ട് നിറയുമ്പോ അസ്റായീൽ ചോദിക്കുന്നു, മോളെ നഫീസ, എന്തിനാ കരയുന്നത്? എന്തിനാ വേദനിക്കുന്നത്? എന്തിനാ ദുഃഖിക്കുന്നത്? നോക്ക് നഫീസ, ആകാശത്തിന്റെ കവാടങ്ങളെ തുറന്നിട്ടുകൊണ്ട് മലക്കുകളെ തിക്കും തിരക്കുമാണ്. എന്തിനെന്നറിയുമോ? നിന്നെ ഒന്ന് കൊണ്ടുപോകാനാ, നിന്റെ റൂഹിനെ ഒന്ന് സ്വീകരിക്കാനാ. അതുകൊണ്ട് കരയല്ലേ നഫീസ. ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അസ്റായീൽ സ്വാഗതമരുളുകയാണ്, അസ്റായീൽ സന്തോഷിപ്പിക്കുകയാ. അത് കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മരിക്കുന്ന സമയത്ത് നല്ലപോലെ മരിക്കണോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അതാ മരണസമയം അടുത്തു കിടക്കുമ്പോൾ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ഫിൽ ജന്നാ. എന്റെ ഖുർആനോദിയ പെങ്ങളെ, റമളാനിന്റെ ദിനരാത്രങ്ങൾ രാവും പകലും ഇനിയുള്ള 10 ദിവസം നീ പരിശ്രമിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിന്റെ 6666 ആയത്ത് ഓതി തീർക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. മലക്കുകൾ നിന്റെ വീടിനകത്തേക്ക് ഇറങ്ങി വരികയാ. അസ്റായീലും തന്റെ അനുയായികൾ മുഴുവനും നിന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാ. മരിക്കാൻ കിടക്കുന്ന നിന്റെ റൂഹ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ നീ കരയുമ്പോ അസ്റായീൽ ചോദിക്കുകയാ, പെണ്ണെ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. എന്തിനാ മോളെ കരയുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? നീ കരയേണ്ടവളല്ല, നീ പേടിക്കേണ്ടവളല്ല, ഇവിടെ കിടന്ന് നരകയാതന അനുഭവിക്കേണ്ടവളല്ല. നോക്കു മോളെ, വഅബ്സിറൂ ഫിൽ ജന്നാ. ഇതാണടി നിന്റെ വീട്, ഇതാണടി നിന്റെ വീട്. സ്വർഗം കാണുമോളെ കാണിച്ചു തരികയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനോദിയ നല്ല മരണം കിട്ടുമെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ള പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധമായ റമളാനാ. ചെറുപ്പക്കാരെ മറക്കല്ലേ, അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ച് ഒരു ഖത്തമെങ്കിലും ഓതാൻ തീരുമാനിച്ചു. 3ാമത്തെ പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന 3ാമത്തെ പ്രതിഫലമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ മരിക്കുമ്പോ നിന്റെ വാപ്പ മാത്രം കരഞ്ഞാ മതിയോ?
ഉമ്മ മാത്രം കരഞ്ഞാ മതിയോ? ഭാര്യ മക്കളെ മാത്രം കരഞ്ഞാ മതിയോ? മരിക്കുന്ന ദിവസം എല്ലാവരും കരയണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മരിക്കുന്ന ദിവസം എല്ലാവരും കരയണ്ട്. ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വ വസ്തുക്കളും കരയണ്ട് ചെറുപ്പക്കാരാ. അതല്ലേ മരണം, അതല്ലേ മരണം. നീ മരിക്കുന്ന ദിവസം എല്ലാവരും കരയണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ മയ്യത്തെടുത്ത് കട്ടിലിൽ വെച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ റോഡ് കരയുന്നു, അല്ലാ ഒരു നല്ല ചെറുപ്പക്കാരൻ പോയല്ലോ, ഇനി അവനെ കാണാൻ എനിക്ക് ഭാഗ്യമില്ലല്ലോ, ഇനി എന്റെ മുകളിലൂടെ നടക്കില്ലല്ലോ. പെങ്ങളെ, നിന്റെ വീടിരുന്ന് കരയുന്നോളെ, നിന്റെ വീടിന്റെ ഓരത്തിരിക്കുന്ന മരങ്ങൾ പോലും ഇലകൾ പോലും കരയുന്നു, അല്ലാ ഇനി ഈ പെണ്ണ് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ഭാഗ്യമില്ലല്ലോ. നിന്റെ മയ്യത്ത് വീടിന്റെ വെളിയിലേക്ക് എടുക്കുമ്പോ പെങ്ങളെ, ആര് കരഞ്ഞില്ലെങ്കിലും എല്ലാവരും കരയുന്ന സമയമല്ലേ. അവസാനം മയ്യത്ത് കുളിപ്പിച്ച് കഫൻ പൊതിയിൽ പൊതിഞ്ഞിട്ട് അതാ മയ്യത്ത് കെട്ടിലേക്ക് എടുത്തു വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മയ്യത്ത് കെട്ടിലെടുത്ത് തോളിലേക്ക് വെക്കുമ്പോ എല്ലാരും കരയുകയല്ലേ, എല്ലാവരും കരയുകയല്ലേ. വാപ്പ കരയുകയാ, ഭാര്യ കരയുകയാ, മക്കള് കരയുകയാ, കൂടപ്പിറപ്പും കൂട്ടുകാരും നാട്ടുകാരും അയൽവാസികളും എല്ലാവരും കരയുന്ന ദിവസമല്ലേ. സമവിട്ട ഉമ്മയും പൊന്നുമകനേ എന്നെ കൈവിട്ടു പോകോ കാണലെന്നാ പൊന്നേ. ഉമ്മ ചോദിക്കുന്നു, മോനെ മോനെ പോവുകയാണ്, ഇനി എന്നാണടാ നമ്മളെന്ന് കാണുന്നത്? ഉമ്മ നെഞ്ചത്തടിച്ച് കരയുന്ന ദിവസം പൊന്നുമോളെ നിന്റെ വീടിരുന്ന് കരയണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പരിശുദ്ധ ഖുർആൻ ഓതിയാ നീ മരിക്കുന്ന ദിവസം ഈ ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വ വസ്തുക്കളും നീ മരിച്ചതിന്റെ പേരിൽ കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തീരുമാനിക്കുക പരിശുദ്ധമായ ഖുർആൻ ഇൻഷാ അല്ലാഹ് ഓതാൻ തീരുമാനിക്കുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഓതിക്കൂടെ? ഇതെന്ത് പിണങ്ങിയിരിക്കണേ? ഓതിക്കൂടെ? ഇന്ന് മുതൽ, ഇന്നത്തെ ഈ ദിവസം മുതൽ മരിക്കുവോളം, ഇന്നത്തെ ഈ ദിവസം മുതൽ മരിക്കുവോളം, ഓർമ്മയുള്ള കാലത്തോളം, ശുദ്ധിയുള്ള കാലത്തോളം എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും ഞാൻ ഓതിയിട്ടെ ഉറങ്ങൂ എന്ന് തീരുമാനിക്കുന്നവരെന്ന് കൈവക്കിക്ക്. ഇന്നു മുതൽ അൽഹംദുലില്ലാഹ്. നല്ല പൊക്ക്, താഴ്ത്താൻ പറഞ്ഞില്ലല്ലോ. പൊക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കുക. അടുത്ത് ശൈത്താനെ കണ്ടിട്ടില്ലല്ലോ, ശൈത്താൻ ഇന്നുവരെ കണ്ടിട്ടില്ലല്ലോ. കാണാൻ കിട്ടുന്ന അവസാനത്തെ അവസരം നോക്കിക്കും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൈ പൊക്കിയവർക്കുള്ള പ്രതിഫലം പറയട്ടെ. കൈ പൊക്കിയവർക്കുള്ള പ്രതിഫലം പറയട്ടെ. സമയം എന്തായി? 12 മണി കഴിഞ്ഞ്. പാങ്കത്തിറക്കിയ അവസ്ഥ 35. അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് നിർത്താം. ദുആ ചെയ്യാനുള്ള സമയമേ ഉള്ളൂ, എങ്കിലും കുഴപ്പമില്ല. ബാങ്ക് വിളിക്കുന്നവരെ പറയാം ഇൻഷാ അല്ലാഹ്. കൈ പൊക്കിയവർക്കുള്ള പ്രതിഫലം എന്തെന്നറിയും? നമ്മളൊക്കെ മരിക്കും. മരിക്കൂലേ? 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 എപ്പോൾ മരിക്കും? എപ്പോൾ വേണമെങ്കിലും പോകും. പേടിയുണ്ടോ മരിക്കാൻ? പേടിയുണ്ടോ? മരിക്കാൻ പേടിയുണ്ടോ? എനിക്ക് യാതൊരു പേടിയില്ല. എനിക്ക് യാതൊരു പേടിയില്ല. ജീവിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പോയാൽ പെട്ടെന്ന് പോകണം. അൽഹംദുലില്ലാഹ്. സന്തോഷമുള്ളൂ. മരണം എപ്പോൾ വന്നാലും 1000 വട്ടം സന്തോഷത്തോടെ സ്വീകരിക്കും. കാരണം എന്താ? കാരണം എന്താ? അത്രയും നാളും ചെയ്തത് പറഞ്ഞാൽ മതിയില്ല. ഇത്രയും നാളും ചെയ്തത് പറഞ്ഞിട്ടാണെങ്കിലും സ്വർഗത്തിൽ പോകാമല്ലോ. ഇനി ഒരു 10 വർഷം കൂടെ ജീവിച്ചാൽ 10 വർഷം ചെയ്യുന്നതും കൂടെ പറയണ്ടേ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. 2 വെള്ളിയാഴ്ചകൾക്ക് മുമ്പ് എൻ്റെ പള്ളിയുടെ തൊട്ടപ്പുറത്ത് ഒരു വാപ്പ ജുമയ്ക്ക് 2ാമത്തെ റക്അത്ത് സുജൂദിൽ കിടന്ന മരിച്ചുപോയി. വാപ്പ സുജൂദിൽ കിടന്നപ്പോൾ മരിച്ചുപോയി. ഞാൻ ഈ റമദാനിൻ്റെ തുടക്കത്തിൽ വഅദ് പറയാൻ വേണ്ടി കാഞ്ഞങ്ങാട് വന്നപ്പോൾ ഒരു സഹോദരൻ്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്നലെ ഇശാ നിസ്കരിക്കാൻ, തറാവി നിസ്കരിക്കാൻ പള്ളിയിൽ കയറിയപ്പം ഖത്തീബിനോട് സലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് വീണുപോയി. പള്ളിയിൽ കയറിയില്ല, ഉസ്താദിനോട് സലാം പറഞ്ഞു, പെട്ടെന്ന് തറ വീണു. മംഗലാപുരം വരെ കൊണ്ടുപോയി മയ്യത്ത. ഇത്രയേ ഉള്ളൂ ജീവിതം, ഇത്രയേ ഉള്ളൂ ജീവിതം. അള്ളാഹു നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് മരണം വരുമ്പോൾ പേടിയൊന്നുമില്ല, സ്വീകരിക്കണം സന്തോഷത്തോടെ. എന്ത് സന്തോഷം, അങ്ങ് പൊക്കൂടെ. പക്ഷെ പോകുമ്പോൾ എന്ത് ചെയ്യണം? പോകുമ്പോൾ എന്ത് ചെയ്യണം?
നിങ്ങൾക്കൊക്കെ ഈ ഖബറെന്ന് കേട്ടാൽ വലിയ പേടിയാണല്ലോ, ഖബർ ഇതൊക്കെ. എനിക്കിപ്പോൾ ഖബറെന്നൊക്കെ കേട്ടാൽ എനിക്ക് നിങ്ങളെക്കാളും ജനങ്ങളുമായിട്ടുള്ള സഹവാസം ഖബറാളികളുമായിട്ടുള്ളതാണ്. കാരണം എൻ്റെ പള്ളിയിൽ ഞാൻ പോകുമ്പോൾ കിടക്കുന്നത് എൻ്റെ റൂം ഖബറിൻ്റെ മുകളിലാണ്. പഴയ ഖബറടക്കിയ സ്ഥലത്താണ് എൻ്റെ റൂം കെട്ടിയിരിക്കണേ. ഖബറിൻ്റെ മുകളിലാണ് എൻ്റെ റൂം. ഞാൻ റൂമിൻ്റെ വാതിൽ തുറന്ന് ആദ്യം കാണുന്നത് മീസാങ്കല്ല. ഞാൻ വാതിൽ തുറന്ന വല്ലാഹി സത്യം, ഞാൻ റൂം തുറന്ന് ആദ്യം കാണുന്നത് ഖബർ. അങ്ങോട്ട് നോക്കിയാൽ ഖബർ, ഇങ്ങോട്ട് നോക്കിയാൽ ഖബർ, എല്ലായിടം ഖബർ. ഞാൻ രാത്രി എന്ത് ചെയ്യുന്നറിയോ, ലൈറ്റൊക്കെ അണച്ചിട്ട് പതുക്കെ ഇറങ്ങി വരാൻ പടിയിലിരിക്കും, ഇങ്ങനെ ഖബർ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. എന്തൊരു സന്തോഷം എന്നറിയും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല റമദാൻ ഈ റമദാനാന്ന് തോന്നുന്നു. കാരണം ഖബറാളികളുടെ കൂടെ ചിലവഴിക്കുമ്പോൾ തെറ്റ് ചെയ്യാൻ പേടിയാ, എന്തെങ്കിലും ചെയ്യാൻ പേടിയാ. പള്ളിയിൽ ആരും കിടക്കൂല, ജിന്നുണ്ടെന്നാണ് പറയണം, പഴയ പള്ളിയാണ്, ആരും കിടക്കൂല പേടി. പക്ഷെ ഞാൻ കിടക്കും. കാരണം എന്തേ, ഖബറാളികളുടെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ രാത്രി ഇറങ്ങിയിരിക്കുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് പഴയ പള്ളിക്കകത്ത് ജിന്നുകളൊക്കെ രാത്രി നിസ്കരിക്കാൻ വരുമ്പോൾ വെള്ളമൊക്കെ ഹൗദിൽ വെള്ളം കഴുകുന്നതും ഒതുവെടുക്കുന്നതും ശബ്ദങ്ങളൊക്കെ കേൾക്കും. പക്ഷെ മിണ്ടാതെ ഇരിക്കും, നമ്മളവരെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ലല്ലോ. എന്തൊരു സന്തോഷം എന്നറിയോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് മരിക്കുമ്പോൾ നല്ല രീതിയിൽ മരിക്കണം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിയുമ്പോൾ ഗൾഫിലുള്ള മക്കൾ വിളിച്ചു പറയും, എന്ത് വിളിച്ചു പറയും, ഞാൻ വന്നിട്ട് ഉപ്പാൻ്റെ ഖബറടക്കിയാൽ മതി. സ്നേഹം കൊണ്ടാണ് വിളിച്ചു പറയും, ഉപ്പാടെ മയ്യത്ത് അവിടെ വെച്ചേരെ, ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചേരെ, ഞാൻ വന്നിട്ട് അടയ്ക്കാൻ മതി. ഇവൻ ഇത്രയും സ്നേഹം കാണിച്ച് ഇവിടെ വരും, ഈ വാപ്പാൻ്റെ ഉമ്മാൻ്റെ മയ്യത്ത് ഇങ്ങനെ വെച്ചിരിക്കും. വന്നു മയ്യത്ത് കണ്ടു, ഖബറടക്കി 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം, അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ചിന്തിക്കും, പടച്ചവനെ തിരിച്ചു പോകണമല്ലോ. ഒരാഴ്ചത്തെ ലീവിന് വന്നതാ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ലീവിന് വന്നതാ, തിരിച്ചു പോകണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ, പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ 40ൻ്റെ അന്ന് ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു 70,000 അഫ്ളൽ ദിക്റൊക്കെ പറഞ്ഞ് ഒരു ചീരണിയൊക്കെ കൊടുത്ത് ദുആ ചെയ്യുന്ന പിരിയുന്നൊരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ 40ൻ്റെ അന്നാണ് ജനങ്ങളെ വിളിച്ച് കൂട്ടേണ്ടത്. പക്ഷേ ഇപ്പോൾ കാലം മാറി ചിലപ്പോൾ 3ൻ്റെ അന്ന്, ചിലപ്പോൾ 7ൻ്റെ അന്ന്, 10ൻ്റെ അന്ന് അന്നങ്ങ് നടത്തും. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ഇപ്പം മാറി. സമയമില്ലല്ലോ. എടാ, വാപ്പാൻ്റെ മയ്യത്ത് വരുന്നത് വരെ IC കയറ്റി വെച്ചേക്കാൻ പറയും. ഞാൻ വന്നിട്ട് ഖബറടക്കാം. ഇത്ര സ്നേഹമോ വാപ്പാനോട്, ഉമ്മയോട്. പക്ഷേ ഇവൻ വന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇവനിനി തിരിച്ചു പോകണം. അപ്പം പിന്നെ 40 വരെ കാത്തു നിൽക്കാൻ സമയമില്ല. ഉടനെ 7ൻ്റെ അന്നോ 10ൻ്റെ അന്നോ നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടി ഒരു 70,000 ദിക്റും പറഞ്ഞ് അൽഹംദുലില്ലാ ഭക്ഷണവും കൊടുത്ത് വിട്ടു. 40ൻ്റെ അന്ന് ഒരു യാസീൻ ഓതിയ വലിയ പുണ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥ ഇതാണെങ്കിൽ, ഓരോ മയ്യത്ത് കൊണ്ടുവന്ന് ഈ പള്ളിക്കാട്ടിൽ ഖബറടക്കിയിട്ട് ഓരോ മനുഷ്യനും മടങ്ങിപ്പോകും. പള്ളിക്കാട്ടിൽ നിന്ന് ഏറ്റവും അവസാനം മടങ്ങുന്ന ആളാരാ? ഒരു ഖബറടക്കിയിട്ട് ഏറ്റവും അവസാനം പോകുന്ന ആളാരാ? പറ മനുഷ്യന്മാർ ഇതുവരെ കണ്ടിട്ടില്ലേ ഖബറടക്കുന്നത്? ഖബറടക്കിയിട്ട് ഖബറിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും അവസാനം പോകുന്ന ആരാ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ, ആരാ? പള്ളിയിൽ ഇമാമ് ഫസ്റ്റിലെ ഓടും. പള്ളിയിൽ ഇമാം ഓടും. ആരാ പോകുന്നത്? മക്കളാ. ഞാൻ പറയട്ടെ, ഈ ഖബർ കുഴിക്കുന്ന മനുഷ്യനാണ് ഏറ്റവും അവസാനം പോകുന്നത്. കാരണം എന്ത്? അവൻ്റെ മമ്മട്ടിയും കുന്താലിയൊക്കെ എടുക്കണ്ടേ. മക്കൾ ആദ്യം ഓടും, കൂടെ നടന്നവരെല്ലാവരും ഓടും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, തമാശ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയവരെ, അള്ളാന്റെ ഖുർആൻ ഓതാൻ തീരുമാനിച്ച പെങ്ങളെ, പൊന്നുമോളെ, നിന്റെ മയ്യത്ത് കൊണ്ടുവന്ന പള്ളിക്കാട്ടിൽ വെച്ചിട്ട് ഇന്നലെ വരെ നിന്റെ ചാരത്ത് കിടന്ന് നിന്റെ ചൂടറിഞ്ഞ നിന്റെ ഭർത്താവ് നിന്നെ മറക്കുമ്പോളെ 40 ദിവസം എങ്ങനെയെങ്കിലും തള്ളി നീക്കുകയാ. 41ാമത്തെ ദിവസം മറ്റൊരു വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിന്നീ നൊന്ത് പ്രസവിച്ച നിന്റെ മക്കൾ തിരിഞ്ഞു നോക്കില്ല. പള്ളിക്കാട്ടിൽ കൊണ്ടിട്ടിട്ട് വാപ്പയുടെയും ഉമ്മയുടെയും ഖബർ പോലും ഏതാന്നറിയാത്ത മക്കൾ ഒരുപാടുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആര് മറന്നാലും നിന്നെ ഈ ഭൂമി മറക്കില്ലടാ. ഇന്ന് ഈ സദസ്സിലിരുന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആര് മറന്നാലും നീ ഇന്ന് ചവിട്ടിയിരുന്ന ഈ ഭൂമി നിന്നെ മറക്കില്ല. ആര് കരഞ്ഞില്ലെങ്കിലും, നീ മരിക്കുന്ന സമയം ആര് കരഞ്ഞില്ലെങ്കിലും ഈ ഭൂമി കരയും മോനെ. എത്ര ദിവസമാ കരയുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബാ, പരിശുദ്ധ ഖുർആൻ ഓതിയ മനുഷ്യനുണ്ടല്ലോ, അവൻ മരിച്ചതിന്റെ പേരില് 40 ദിവസത്തോളം ഈ ഭൂമി കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി
ആര് കരഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഈ ചവിട്ടിയിരുന്ന ഭൂമി 40 ദിവസം നീ മരിച്ചതിൻ്റെ പേരിൽ കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അങ്ങനെയുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയ്യത്തടക്കിയിട്ട് കബറിൻ്റെ ഭാഗത്ത് നിന്ന് മടങ്ങരുത്. വാപ്പയുടെയും ഉമ്മയുടെയും മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിക്കാട്ടി വെച്ചിട്ട് ആര് പോയാലും മോനെ നീ പോകല്ലെന്ന്. വാപ്പായുടെയും സ്വന്തം മയ്യത്തുമായി ഏറ്റവും അടുത്ത ആൾക്കാർ ആര് പോയാലും കബറിൻ്റെ ഭാഗത്ത് നിന്ന് പോകരുത്. ഒരു ഒട്ടകക്കുട്ടിയെ അറുക്കുന്ന സമയമെങ്കിലും നീ ആ കബറിൻ്റെ ഓരത്ത് നിന്ന് ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 40 ആയത്ത് ഓതുന്ന സമയമെങ്കിലും വാപ്പാന്റെ ഉമ്മാന്റെ കബറിന്റെ ഓരത്ത് കൊണ്ട് നിൽക്കണം. എല്ലാവരും പോട്ടെ കബറടക്കിയിട്ട്. ഇന്നലെ വരെ ജനങ്ങൾക്കിടയിൽ ജീവിച്ച മനുഷ്യനാ, ഒറ്റയ്ക്ക് ഇന്ന് വരെ കടന്നിട്ടില്ല. ബന്ധുക്കളുടെ കൂടെ കൂടപ്പറപ്പുകളുടെ കൂടെ കഴിഞ്ഞ മനുഷ്യനാ. ആ മനുഷ്യനെ കൊണ്ടുവന്ന് കബറിനകത്തിട്ടിട്ട് എല്ലാവരും പോയാലും മോനെ നീ പോകല്ലേ. വാപ്പ കബറി കിടന്നിട്ട് നോക്കൂ, ഇന്നലെ വരെ തോളി കൈയിട്ടവൻ പോയി, അയൽവാസി പോയി, ബന്ധുക്കൾ പോയി, കൂടപ്പറപ്പ് പോയി, ഭാര്യയില്ല, മാതാപിതാക്കളില്ല. എൻ്റെ മോൻ എന്നെ മറന്നുപോയോ പടച്ചവനെ ഇത്രയും പെട്ടെന്ന്? ഞാനൊന്നും മരിച്ചെന്നെ കൊണ്ടുവന്ന് ഒറ്റക്കിട്ടിട്ട് എൻ്റെ മോൻ മറന്നുപോയോ? ഉമ്മ ചിന്തിക്ക, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ പൊന്നുമോൻ, അവനും എന്നെ മറന്നുപോയോ? അല്ലാ കബറി കിടന്നിട്ട് കരയും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരൊട്ടകക്കുട്ടിയെ അറക്കുന്ന സമയമെങ്കിലും മോനെ വാപ്പാന്റെ ഉമ്മാന്റെ കബറിന്റെ ഓരത്ത് നിന്ന് തനിച്ച് ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള മക്കൾ കിട്ടണമെങ്കിൽ വലിയ പുണ്യമാണ്. വെറുതെ കിട്ടൂല. വാപ്പാന്റെ കബറിന്റെ ഓരത്ത് പോയി യാസീൻ തെറ്റാതെ ഓതാൻ അറിയുന്ന എത്ര ആണുങ്ങൾ ഈ സദസ്സിലുണ്ട്? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, റമദാനും പ്രഭാഷണവും കേട്ടുകെട്ടൊക്കെ എത്ര കഴിഞ്ഞുപ്പ? എത്ര കൊല്ലം കൊണ്ട് വാഴ കേൾക്കുന്നു, എത്ര കൊല്ലം കൊണ്ട് പ്രസംഗം കേൾക്കുന്നു, ഖുർആനും ഹദീസും കേൾക്കുന്നവരാ. ധൈര്യമുണ്ടോ ഇന്ന് ഉപ്പാന്റെ കബറിന്റെ ഓരത്ത് ലൊഹർ നിസ്കാരം കഴിഞ്ഞിട്ട് പോയി നിന്നിട്ട് വിശുദ്ധ ഖുർആനിലെ യാസീൻ ഒന്ന് തെറ്റാതെ ഓതാൻ നിനക്കറിയോ? ഒന്ന് കാണാതെ ഓതാൻ അറിയോ? പിന്നെ എന്ത് നേടി നമ്മളൊക്കെ? നമ്മുടെ ഉപ്പാനും ഉമ്മാനും ഒരു യാസീൻ ഓതി ദുആ ചെയ്യാൻ പോലും അറിയില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്ക്. റമദാൻ അടുത്ത് ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. പള്ളിക്കുടിക്ക് പോകാൻ സമയം അസ്റായിൽ കൂടെ നടക്കുക. കാലിന്റെ ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് അടുത്ത് കിടക്കുന്ന പോലെ മരണം നിന്റെ കൂടെ നടക്കുക. അസ്റായിൽ ഇന്ന് സുബഹിക്ക് നിന്റെ അടുത്ത് പറഞ്ഞ എന്തെന്നറിയോ? മോനെ നിന്റെ അവസാന ദിവസമാടാ ഇന്ന് നിന്റെ അവസാന ദിവസമാ. ഇന്ന് അസ്റായിൽ ഒരു ദിവസം 5 പ്രാവശ്യം നമ്മുടെ അടുക്ക വന്ന് പറയുന്ന, നമ്മുടെ മരണം വന്ന് പറയുന്ന. എന്നിട്ടും നമ്മൾ എന്തേ ചിന്തിക്കാത്തത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തീരുമാനിച്ചോ? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന 2ാമത്തെ പ്രതിഫലം നല്ല മരണം കിട്ടുകയാണ്. 3ാമത്തെ പ്രതിഫലം എന്ത്? നീ മരിക്കുന്ന ദിവസം ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വവസ്തുക്കളും കരയുകയാ. 4ാമത്തെ പ്രതിഫലം, നീ മരിച്ചതിന്റെ പേരിൽ 40 ദിവസത്തോളം ഈ ഭൂമി കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? 5ാമത്തെ പ്രതിഫലം എന്തേ? വീട്ടിൽ കൊച്ചുകുട്ടികളുള്ള ഉമ്മമാരുണ്ടല്ലോ, കൊച്ചുമക്കളുള്ള വാപ്പയും ഉമ്മമാരുമുണ്ടല്ലോ. മക്കൾ ഒളിച്ചു കളിക്കുമല്ലോ. നമ്മുടെ മക്കൾ ഒളിച്ചു കളിക്കും. പുതപ്പിന്റെ കീഴിൽ കയറിയിട്ട് തലയുടെ മുകളിലൂടെ തുണിയിട്ടിട്ട് പതുങ്ങിയിരിക്കും. നമ്മൾ പോയി കണ്ടുപിടിക്കുമ്പോ മക്കള് ചിരിക്കുമല്ലോ. ഉമ്മ കണ്ടുപിടിക്കുമ്പോ തലയുടെ മുകളിൽ നിന്ന് തുണി ഇങ്ങനെ പൊക്കി നോക്കുമ്പോ നമ്മുടെ മക്കള് ചിരിക്കും, കണ്ടുപിടിച്ചല്ലോ. എന്റെ പൊന്നുമോനെ, അതുപോലെ ചിരിക്കണ്ടേ. എപ്പോഴാ ചിരിക്കേണ്ടതെന്നറിയുമോ? ജോലി കിട്ടുമ്പോഴല്ല, മക്കളെ കിട്ടുമ്പോഴല്ല, ഫസ്റ്റ് നൈറ്റിൽ കടന്നു പോകുമ്പോഴല്ല, തൊലിവെളുത്ത ഒരു പെണ്ണിനെ കിട്ടുമ്പോഴല്ല. എപ്പോഴാ ചിരിക്കേണ്ടത്? അന്തല്ലദീ വലദത് ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഉമ്മ എപ്പോഴും നമ്മളോട് പറയും, നമ്മുടെ ഉമ്മ എപ്പോഴും നമ്മളോട് പറയും, മരണവേദനയുടെ വേദനയെന്നെന്താ? നിന്നെ ഞാൻ പ്രസവിച്ചതെന്ന്. പെങ്ങളെ, നീ പറയുന്നത് സത്യമാ? ഉമ്മ, നീ പറയുന്നത് സത്യമാ? പക്ഷേ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, എത്ര വേദന സഹിച്ചവളാണെങ്കിലും, എത്ര വിളിച്ചുകൂവി കരഞ്ഞവളാണെങ്കിലും, നിന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് നീ കണ്ടപ്പോ നീ ചിരിച്ചവളല്ലേ? എത്ര കരഞ്ഞ ഉമ്മയാണെങ്കിലും ഉമ്മാന്റെ മുന്നിൽ ആ കുഞ്ഞിന്റെ മുഖം കൊണ്ട് കാണിച്ചപ്പോ നമ്മുടെ ഉമ്മ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു.
ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ ടെൻഷൻ അടിച്ച് നടക്കുക, വാപ്പ ദിക്റും ദുആയായിട്ട് കരയാ. നേഴ്സ് കൊണ്ടുവന്ന് നമ്മളെ ഇങ്ങനെ ആദ്യം കാണിച്ചപ്പോൾ വാപ്പയും ചിരിച്ചു, എല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. പക്ഷേ നമ്മൾ കരയുകയായിരുന്നു. നമ്മൾ കരഞ്ഞപ്പോൾ വാപ്പ മുഖത്ത് നോക്കി ചിരിച്ചു, ഉമ്മ മുഖത്ത് നോക്കി ചിരിച്ചു. ആ ചോര കുഞ്ഞായ ഞാനും നിങ്ങളും കരഞ്ഞപ്പോൾ അവരാരും നമ്മളോട് കരുണ കാണിച്ചില്ല. നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും നമ്മളോട് കരുണ കാണിച്ചില്ല. അതുകൊണ്ട് നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് നിനക്ക് പകരം വീട്ടണ്ടേ. അന്തല്ലദീ വലദത് ഉമ്മുക ബാകിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. വീടിനകത്ത് ഇങ്ങനെ ജനങ്ങൾ കയറി വരികയാ, വരി വരിയായി നിന്റെ വീടിനകത്ത് കയറി വന്നിട്ട് വെള്ള തുണിയിൽ പുതച്ചിട്ടിരിക്കുന്ന നിന്റെ മുഖത്ത് നിന്ന് ഇങ്ങനെ തുണിയും ഉയർത്തി നോക്കുമല്ലോ. അന്നെല്ലാവരും കരയുകയല്ലേ, അന്നെല്ലാരും കരയുകയല്ലേ. ഭാര്യ കരയുന്നു, ഇക്കാ എന്നെ വിട്ടു പോയല്ലോ. അതാ മക്കള് പറയുന്നു, ഉപ്പാ പോയല്ലോ. ഉമ്മയിരുന്ന് കരയുന്നു, മോരെ കൂടെ പിറപ്പിറന്ന് കരയുകയാ. എല്ലാവരും കരഞ്ഞുകൊണ്ട് നിന്റെ മയ്യത്തിന്റെ മുന്നിൽ വന്നിട്ട് നിന്റെ മുഖത്ത് നിന്ന് തുണി ഇങ്ങനെ ഉയർത്തി നോക്കുമ്പോ ഒളിച്ചു കളിക്കുന്ന കൊച്ചുകുട്ടികൾ ചിരിക്കുന്നത് പോലെ ചിരിക്കണ്ടേ ചെറുപ്പക്കാരാ? അന്നല്ലേ ചിരിക്കേണ്ടത്. വീടിന്റെ ഉമ്മറപ്പടിയിലും മയ്യത്തിന്റെ മുകളിൽ നിന്ന് മുഖത്ത് നിന്ന് തുണി ഇങ്ങനെ ഉയർത്തി നോക്കുമ്പോ ചിരിച്ചുകൊണ്ട് കിടക്കണ്ടേ പൊന്നുമോരെ? പെങ്ങളെ ചിരിക്കണ്ടേ? മോള് കരയുമ്പോ, ഭർത്താവ് കരയുമ്പോ, കൂടപ്പുറപ്പുകൾ കരയുമ്പോ നിന്റെ കൊച്ചുകുഞ്ഞ് ചിരിക്കുന്നത് പോലെ മയ്യത്ത് കാണാൻ വരുന്നവർ നിന്റെ ചിരി കണ്ടുകൊണ്ട് മടങ്ങണ്ടേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വിശുദ്ധ ഖുർആൻ എല്ലാ ദിവസവും ഓതിയാ നിനക്ക് പുഞ്ചിരിക്കുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ റമളാനിന്റെ ദിനങ്ങളല്ലേ? അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങിക്കോ. ഇനിയും നിനക്ക് പടച്ചവൻ അവസരം തരുന്നല്ലോ, ഇനിയെങ്കിലും ഒന്ന് മടങ്ങാൻ തീരുമാനിച്ചോ. ആറാമത്തെ പ്രതിഫലമുണ്ട്, ആറാമത്തെ പ്രതിഫലമുണ്ട്. നിന്റെ മയ്യത്ത് ചുമക്കുന്നതാരെന്നറിയുമോ? എന്റെ പാവപ്പെട്ട ഉപ്പാ, നീ പാവപ്പെട്ടവനാ, നീ ദരിദ്രനാ, ഒരുപാട് നന്മകൾ ചെയ്യാത്തവനാ. എങ്കിലും ഉപ്പാ നിന്റെ മയ്യത്ത് ഇവിടുത്തെ പള്ളിയിലേക്ക് ചുമന്നു കൊണ്ടുവരുമല്ലോ. എല്ലാവരും മയ്യത്ത് കെട്ടിൽ എടുത്തു വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കരഞ്ഞുകൊണ്ട് നിന്റെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ ആരാ ചുമക്കുന്നതാരാ? എന്റെ പെങ്ങളെ, നിന്റെ മയ്യത്ത് കട്ടിലിന്റെ മുന്നിലെ പടിയിൽ ആരാ പിടിക്കേണ്ടതാരാ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ നിന്റെ മയ്യത്ത് മലക്കുകൾ ചുമക്കുമുപ്പാ. പെങ്ങളെ, നിന്റെ മയ്യത്ത് മലക്കിനെ കൊണ്ട് ചുമപ്പിക്കണോ? അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്ന് നിന്റെ മയ്യത്ത് ചുമക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനിയെങ്കിലും ഒന്ന് നന്നാവു പെണ്ണ്, ഇനിയെങ്കിലും ഒന്ന് ഖുർആനോട് പെണ്ണ്, ഇനിയെങ്കിലും സീരിയലിന്റെ ലോകത്ത് നിന്ന്, മാസികകളുടെ ലോകത്ത് നിന്ന് വലിച്ചെറിഞ്ഞിട്ട് മുൻഗാമികൾ ജീവിച്ചതുപോലെ ജീവിക്കുമെന്ന്. കഴിഞ്ഞ വർഷം നിന്റെ കൂടെ നടന്ന പലരും ഇന്ന് പള്ളിക്കാട്ടിലാണ് പെങ്ങള്. നിന്നെക്കാളും സൗന്ദര്യമുള്ളവളല്ലേ, നിന്നെക്കാളും പ്രായം കുറഞ്ഞവളല്ലേ, നിന്നെക്കാളും അഹങ്കാരികളെ പോലെ നടന്നവളല്ലേ. ഒന്ന് പോമോളെ, അവളുടെ പള്ളിക്കാട്ടിലെ കബറിന്റെ ഓരത്ത് പോയിരുന്നാൽ അവളുടെ കബറിന്റെ മുകളിൽ നിൽക്കുന്ന പച്ചച്ചെടികൾക്ക് പോലും ഒരുപാട് കഥ പറയാനുണ്ട് പെങ്ങള്. നിന്റെ ശരീരം പുഴുക്കൾ തിന്നാനുള്ളതല്ലേ. പെരുന്നാളെടുത്തപ്പോ രാവും പകലും തെരുവോരങ്ങളിൽ കിടന്നിട്ട് ഫർദ ധരിച്ച പെണ്ണുങ്ങൾ പകലുകൾ കിടന്നിട്ട് തുണിവാകുന്നതിന് വേണ്ടി റമളാനിന്റെ രാത്രികൾ പോലും ഇറങ്ങി നടക്കുമ്പോ ചെറുപ്പക്കാരെ കാണാറ് ശരീരം തുറന്നിട്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നടക്കുമ്പോ നിന്റെ ഈ ശരീരം പുഴുതിന്നും പെങ്ങള്. നിന്റെ സൗന്ദര്യമെല്ലാം പോകുമല്ലോ. പുഴുക്കൾ തിന്നാനുള്ള ശരീരമാണല്ലോ. 3 ദിവസം കഴിയുമ്പോ പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്ന നിന്റെ വയറങ്ങോട്ട് അതാ പൊന്തി പൊന്തി വരികയാണ്. അവസാനം 3 ദിവസം കഴിയുമ്പോ വയറ് പൊന്തികെട്ട് മുകളിൽ അടുക്കി വച്ചിരിക്കുന്ന പലകയുടെ മുകളിൽ വരെ എത്തുകയാ. പിന്നെ വയറ് പൊങ്ങാൻ സ്ഥലമില്ല. അവസാനം പുഴുത്തെളിഞ്ഞ് പൊട്ടികെട്ട് പുഴുക്കൾ തിന്നേണ്ട ശരീരമാ പെണ്ണ്. ഇനിയെങ്കിലും ഒന്ന് നന്നാവുമോള്. പുഴുവരിക്കാതെ കിടക്കണ്ട്, പുഴുവരിക്കാതെ കിടക്കണ്ട്. കഫം തുണി പോലും മണ്ണ് തിന്നാതെ എത്ര
കൊല്ലം വേണമെങ്കിലും ഖബറിനകത്ത് കിടക്കാം പൊന്നുമോള്. അള്ളാന്റെ ഖുർആൻ എടുത്തോ, ഖുർആൻ എടുത്ത് വെച്ച് പഠിച്ചോ, ഖുർആൻ ഓതാൻ തീരുമാനിച്ചോ. 6ാമത്തെ പ്രതിഫലമെന്ത്? നിന്റെ മയ്യത്ത് മലക്കുകൾ ചുമക്കുകയാണ്. നിന്റെ മയ്യത്ത് മലക്ക് ചുമക്കുകയാ. 7ാമത്തെ പ്രതിഫലമെന്ത്? 7ാമത്തെ പ്രതിഫലമെന്ത്? അള്ളാന്റെ ഖുർആനിന്റെ മഹത്വം പറഞ്ഞ് പ്രസംഗം നിർത്തുകയാ. അള്ളാന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന 7ാമത്തെ പ്രതിഫലമെന്ത്? നിനക്ക് ഖബറ് കുടിക്കുന്ന മനുഷ്യൻ മരിക്കുവോളം നിന്നെ മറക്കൂല. ഈ നാട്ടില് ഖബറ് കുഴിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ഈ പള്ളിക്കാട്ടില് ഖബറ് കുഴിക്കുന്ന മനുഷ്യനോട് ചോദിക്കണം, ഏതെങ്കിലും ഖബറ് കുടിച്ചപ്പോ എന്തെങ്കിലും നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അള്ളാന്റെ റസൂല് പറയുകയാ, ഈ പള്ളിക്കാട്ടിലേക്ക് ഖബറ് കുടിക്കുന്നതിന് വേണ്ടി ഖബറ് കുടിക്കുന്ന മനുഷ്യനാ പള്ളിയുടെ കവാടം കിടക്കുമ്പോ, നീ മരിച്ചിട്ട് നിന്റെ മയ്യത്തടക്കാന് മമ്മട്ടിയും എടുത്തുകൊണ്ട് സ്ഥലം നോക്കാനാ പള്ളിയുടെ കാമ്പൗണ്ട് കിടക്കുമ്പോ പള്ളിക്കാട് പരസ്പരം തമ്മിലടിക്കുകയാ. പള്ളിക്കാട് പരസ്പരം തമ്മിലടിക്കുകയാ. നിന്റെ മയ്യത്ത് എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്കാട് പരസ്പരം തമ്മിലടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ വസ്തുവിന് വേണ്ടി തമ്മിലടിക്കുമ്പോ പള്ളിക്കാട് പരസ്പരം മത്സരിക്കുക, അവന്റെ മയ്യത്ത് എനിക്ക് വേണം. ആരുടെ മയ്യത്ത്? ആരുടെ മയ്യത്ത്? അള്ളാന്റെ ഖുർആൻ ഓതുന്നവന്റെ മയ്യത്തിന് വേണ്ടി പള്ളിക്കാട് പരസ്പരം മത്സരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 8ാമത്തെ പ്രതിഫലം. 8, നിനക്ക് ഖബറ് കുഴിച്ച മനുഷ്യൻ പിന്നെ മരിക്കോളം നിന്നെ മറക്കൂല. നിന്നെ മറക്കൂല. കാരണമെന്തേ? ഖബറ് കുഴിക്കുമ്പോൾ സ്വർഗത്തിന്റെ വാസന നിന്റെ ഖബറിൽ നിന്ന് അടിച്ചു വീശുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖബറ് കുഴിക്കുന്ന മനുഷ്യനോട് ചോദിച്ചാൽ മതി, ആർക്കെങ്കിലും ഖബറ് കുഴിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറ് കുഴിക്കുമ്പോൾ ഖബറിനകത്ത് നിന്ന് സുഗന്ധം അടിച്ചു വീശും. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രതിഫലം കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായ ചെറുപ്പക്കാരനാ. 36ാമത്തെ വയസ്സിൽ വഫാത്തായി. 6 വർഷം ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മുസ്ലിമായി ജീവിച്ചിരുന്ന സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സഹാബി മരിച്ചപ്പോൾ അള്ളാഹുവിന്റെ അർശ് പോലും കുലുങ്ങിപ്പോയില്ലേ? ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വ വസ്തുക്കളും കരഞ്ഞു പോവുകയാണ്. എല്ലാവരും സഅദ് ഇബ്നു മുആദ് എന്ന ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ടാ മയ്യത്ത് കിടന്നത്. ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞിട്ട് പള്ളിയിലേക്ക് മലക്കുകൾ ഇങ്ങനെ ചുമന്നു കൊണ്ടുവരുമ്പോൾ മയ്യത്ത് ചുമക്കുന്ന സ്വഹാബത്ത് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മയ്യത്തിന് ഭാരമില്ല നബിയേ. സഅദ് ഇബ്നു മുആദ് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാ. മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ, മലക്കുകളെ ചോട് ചുമക്കുന്നത് കഥാ മയ്യത്ത് കട്ടിൽ തോളിൽ ചുമ്മാതെ വെച്ചിരിക്കുകയാ. അത് ചുമക്കുന്നത് മലക്കുകളാണ് സ്വഹാബാ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നില്ലേ? അല്ലാഹുവിന്റെ റസൂല് തള്ളവിരൽ കുത്തിയിട്ടല്ലേ നടന്നു പോയത്? മഹാനായ ഇബ്നു ഹജർ തങ്ങളെ പറയുകയാണ്, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കുന്നതിന് വേണ്ടി ഖബറ് കുഴിച്ച മനുഷ്യനുണ്ടല്ലോ, ഖബറിങ്ങനെ കുഴിച്ചു വരുമ്പോൾ വല്ലാത്ത സുഗന്ധമടിക്കുകയാ. അവസാനം 6 അടി മണ്ണിന്റെ ഖബറ് കുഴിച്ചിട്ട് അവസാനത്തെ ഒരു പിടി മണ്ണുണ്ടല്ലോ, ഖബറിന്റെ അടിയിൽ നിന്ന് ഏറ്റവും അവസാനത്തെ ഒരു പിടി മണ്ണ് ആ ഖബറ് കുടിച്ച മനുഷ്യൻ ആരി തന്റെ മടിയിൽ വെക്കുകയാ. ആരും കാണാതെ തന്റെ മടിയിൽ വെച്ചിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് നോക്കുമ്പോൾ കസ്തൂരിയായിരിക്കുകയാ. ഖബറിലെ മണ്ണ് പോലും കസ്തൂരിയായിരിക്കുകയാ. ആ ഖബറ് കുടിച്ച മനുഷ്യനെ പാതിരാത്രിയുടെ നിശബ്ദതയിൽ സ്വപ്നത്തിലെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു, സഅദ്, എങ്ങനെ കിട്ടി പൊന്നുമോരെ? എങ്ങനെയാണ് സഅദ് നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? 6 കൊല്ലമല്ലേ
മുസ്ലിമായി ജീവിച്ചുള്ളൂ. നീ മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ. ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വ വസ്തുക്കളും കരഞ്ഞല്ലോ. അവരെല്ലാവരും കരയുമ്പോ നിന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നല്ലോ. നിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ മലക്കുകൾ ഇറങ്ങി വന്നല്ലോ. മലക്കുകളാണല്ലോ മയ്യത്ത് ചുമന്നത്. പള്ളിക്കാട്ടിൽ നിന്റെ കബറിനകത്ത് നിന്ന് വല്ലാത്ത സുഗന്ധമടിച്ചല്ലോ. എന്താണ് പൊന്നുമോനെ ചെയ്തത്? ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? നിനക്ക് വേണ്ടി കബറ് കുടിച്ചവനാണല്ലോ. എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് കബറ് കുടിച്ച മനുഷ്യന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവരോട് പാതിരാത്രിയിൽ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അവിടുന്ന് സഅദ് ഇബ്നു മുആദ് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? എനിക്കിത് കിട്ടാനുള്ള കാരണമെന്താ? എനിക്കിത് കിട്ടാനുള്ള കാരണമെന്താ? ഞാൻ പഠിച്ച സുന്നത്ത് നോമ്പിന്റെയും ഞാൻ ഓതിയ ഖുർആനിന്റെയും പ്രതിഫലമാണെന്ന് മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പോയെങ്കിൽ റമളാനിന്റെ ഉച്ചയ്ക്ക് നോമ്പ് പിടിച്ചുകൊണ്ട് ഈ സ്വർഗത്തിൽ വന്നിരുന്ന് സ്വർഗമെന്ന വിഷയം കേൾക്കുന്നവര് സ്വർഗം വിളിക്കുന്നതാരയാ? സ്വർഗം വിളിക്കുന്നതാരയാ? എന്നെയും നിങ്ങളെയുമാ, എന്നെയും നിങ്ങളെയുമാ. ഖുർആൻ ഓതുന്നവരെയാ, ഖുർആൻ പഠിക്കുന്നവരെയാ, ഖുർആനിനെ ബഹുമാനിക്കുന്നവരെയാ, ഖുർആനനുസരിച്ച് ജീവിക്കുന്നവരാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സ്വർഗം വിളിക്കുന്ന മൂന്നാമത്തെ വിഭാഗം നഹ്നു നഹ്ഫദുൽ ഖുർആൻ ഇലാ വജ്ഹില്ലാഹ്. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതുന്നവന് സ്വർഗം വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഓതാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇനിയെങ്കിലും പരിശുദ്ധമായ ഖുർആൻ നല്ല രീതിയിൽ ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ പഠിപ്പിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെയൊക്കെ പഠിപ്പിക്കണം. ഒരു മക്കൾ 5-6 മക്കളൊക്കെ ഉണ്ടല്ലോ. 3-4 മക്കളെ പടച്ചവൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരുത്തനെയെങ്കിലും ഹാഫിളാക്ക്, വേറൊന്നും വേണ്ട. ഒരാളെയെങ്കിലും നീ നൊന്ത് പ്രസവിച്ച നിന്റെ മക്കളിൽ ഒരുത്തനെയെങ്കിലും ഉമ്മ നീ ഹാഫിളാക്കിയ നീ ആ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നിങ്ങളുടെ തൊട്ടടുത്ത് വേറെ എങ്ങും പോകണ്ടല്ലോ. വീട്ടിന് ഇവിടെ അടുത്തുണ്ടല്ലോ മണിയൂർ ഉസ്താദിൻ്റെ കോളേജ് കിടക്കല്ലേ, ഒന്ന് വിട്ടാൽ പോരെ. ഇതുപോലെ എത്രയോ സ്ഥാപനങ്ങൾ. ഒന്ന് വിട് പെങ്ങളെ, എന്ത് സന്തോഷം എന്നറിയും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ പഠിപ്പിക്കുക, ഇല്ലെങ്കിൽ തലതിരിഞ്ഞു പോകും. നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന എത്ര മക്കളുണ്ട് ഈ സദസ്സിരിക്കണം. ഓരോ ഉപ്പയും സ്വന്തം ചിന്തിക്കുക. നിങ്ങൾ ഇന്ന് മരിച്ചുപോയ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കും. ഓരോ ഉപ്പയും ചിന്തിക്കേണ്ട. ഞാൻ ഈ അടുത്തൊരു മരിച്ച വീട്ടിൽ പോയി 4 പെമ്മക്കളെ ഉമ്മാന് നല്ല തസ്ബിയൊക്കെ പിടിച്ച് ഉംറയൊക്കെ ചെയ്ത ഉമ്മ മരിച്ച് മയ്യത്തെടുത്തുകൊണ്ട് ബാക്കിലിട്ടിരിക്കുക. ആരും കുളിപ്പിക്കാൻ പോണില്ല. ചോദിച്ചപ്പോൾ പറയാം മയ്യത്ത് കുളിപ്പിക്കാൻ ആർക്കും അറിയില്ല. 4 പെമ്മക്കളാ ഉമ്മാന്, ഒരാൺകുഞ്ഞു പോലും ഇല്ല. 4 പെമ്മക്കൾ. മയ്യത്ത് കുളിപ്പിക്കാൻ ആരും അറിയില്ല. അവസാനം ഒരു 55 വയസ്സുള്ള ഒരു ഉമ്മാനെ ഒരു കിളവി, ഒരു പ്രായമുള്ള തള്ള എവിടെ നിന്നോ വിളിച്ചോണ്ട് വന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ. 15 മിനിറ്റോളം മയ്യത്ത് ഒറ്റയ്ക്ക് കിടക്കുക, കുളിപ്പിക്കാൻ ആളില്ലാതെ. അവസാനം ഒരു ഉമ്മ വേച്ച് നടന്നു വന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ അകത്തേക്ക് കയറിയപ്പോൾ മക്കളോട് പറഞ്ഞു, ആരെങ്കിലും ഒന്ന് കയറി വെള്ളം ഒഴിച്ചാലേ. എൻ്റെ പൊന്നുമ്മച്ചി, നീ നിൻ്റെ മനസ്സിൽ എഴുതി വെക്കേണ്ടതാണ്. ആ ഉമ്മാൻ്റെ മയ്യത്തടുത്ത് കഴുകാൻ വേണ്ടി കുളിപ്പിക്കാൻ വേണ്ടി വിളിച്ചു, ആരെങ്കിലും ഇത്തിരി വെള്ളം ഒഴിച്ചു തരാം, ഞാൻ പ്രായമുള്ളതാണല്ലോ മോളെ. അപ്പം ഇളയ മോള് പറഞ്ഞെന്തറിയോ, എനിക്ക് മയ്യത്ത് കാണാൻ പേടിയാന്ന്, ഉറങ്ങാൻ പറ്റൂല. എനിക്ക് മയ്യത്ത് കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റൂല, പേടിയാന്ന്. ആരുടെ മയ്യത്ത്? അവളെ നൊന്ത് പ്രസവിച്ച തള്ളയുടെ മയ്യത്ത്. നിനക്കിന്ന് പറയാൻ പറ്റുമോ നിൻ്റെ മോള് നിൻ്റെ മയ്യത്ത് കുളിപ്പിക്കും? നീ 1000 വട്ടം പറയില്ല എൻ്റെ മോൾ. നിൻ്റെ മോള് ഇന്ന് നീ ലോഹർ കഴിഞ്ഞ് വീടെത്തിയില്ല, മരിച്ച് വൈകുന്നേരം നോമ്പ് മുറിക്കുന്നതിന് മുമ്പ് നിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ നീ പറയുന്ന ഈ മോൾ അതിൻ്റെ പരിസരത്തിനെങ്കിലും വരും. പിന്നെ നിനക്ക് ഈ മക്കളെ കൊണ്ട് എന്തോ പ്രയോജനം? ഒരു ഉപ്പയും ചിന്തിക്ക്. നിൻ്റെ മോൻ അവസാനമായിട്ട് നിന്നെ ഒന്ന് കുളിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ ഉപ്പ നമ്മുടെ മക്കൾ? ഈ പള്ളി കൊണ്ടുവെക്കുമ്പോൾ ഹത്തീബിൻ്റെ കൈ പിടിച്ചിട്ട്, ഉസ്താദ് ഇതെൻ്റെ വാപ്പയാ, ഞാൻ നിസ്കരിക്കാം. ചങ്കൂറ്റത്തോടെ പറയാനുള്ള ചങ്കൂറ്റുണ്ട്. ഈമാനോടെ പറയാൻ പറ്റുമോ? 4 തക്ബീർ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പറയേണ്ടത് ഖൗഫോടുകൂടി പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും? എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനും നിസ്കരിക്കാനും അറിയില്ലെങ്കിൽ നമ്മളൊക്കെ എന്തിനാ ജീവിക്കണം? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കുമാറാകും. റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മ ഇന്നലെ എന്നോടും പറഞ്ഞു, നീ ഈ ശബ്ദമെല്ലാം കളഞ്ഞിട്ട് എന്തിനാ മോനെ വഴുതു പറയണേ? എൻ്റെ ഉമ്മ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞ എന്തെന്നറിയോ, ഉമ്മ നിങ്ങളൊക്കെ രക്ഷപ്പെട്ടല്ലോ, നിങ്ങൾക്കൊക്കെ എന്താ ഉമ്മ, നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ. അള്ളാഹു 8 മക്കളെ തന്നല്ലോ, 6 ആണും 2 പെണ്ണും. എല്ലാത്തിനെയും ആലിമീങ്ങളാക്കിയില്ലേ? എൻ്റെ ഉമ്മയും ഉപ്പയും
നിങ്ങൾ 8 മക്കളാ, 6 ആണും 2 പെണ്ണും, ഏറ്റവും ഇളയാൾ ഞാനാ. 4 ഹാഫിളിങ്ങളുണ്ട് എൻ്റെ വീട്ടിൽ, എല്ലാവരും ഉസ്താദന്മാരാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ പോകാനായില്ലേ ഉമ്മച്ചി? എനിക്കും പോണ്ടേ ഉമ്മ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ 6 മക്കളുണ്ടല്ലോ, ഞങ്ങളുടെ ദുആ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. എനിക്കും പോണ്ടേ ഉമ്മ? എനിക്കും അള്ളാഹു ഒരു മോനെ തന്നിട്ടുണ്ട്, എനിക്കും അള്ളാഹു ഒരു മോനെ തന്നിട്ടുണ്ട്. കഴിഞ്ഞ റമളാനിൽ തന്നതാ. ഈ റമളാൻ ആകുമ്പോൾ അവൻ 1 വയസ്സ് തികയും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മരിക്കണ സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകും. രണ്ടാമത് വല്ലാഹി എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുള്ളൂ. എന്തെന്നറിയോ? എൻ്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ട് വെക്കുമ്പോൾ എൻ്റെ മോനായിരിക്കണം ഇമാമത്തിക്കേണ്ടത്, അവനൊരു ഹാഫിൾ ആയിരിക്കണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. പടച്ചോൻ സാധിച്ചു തരുമാറാകട്ടെ. കാരണം ഒരു ഹാഫിൾ ദുആ ചെയ്താൽ പടച്ചോൻ സ്വീകരിക്കും. ഞാനും നിങ്ങളും കഅബയുടെ മുന്നിൽ പോയി ദുആ ചെയ്താൽ സ്വീകരിക്കുമല്ലോ. കഅബയുടെ മുന്നിൽ പോയി നിന്നിട്ടൊരു മനുഷ്യൻ കഅബ ആദ്യമായിട്ട് കാണുമ്പോൾ എന്ത് ചോദിച്ചാലും അല്ലാഹ് തരുമെന്നാ പറയാൻ പറ്റുമോ? അവിടെ പോയി നിന്ന് ചോദിച്ചാൽ തരുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. കാരണം തിന്നണത് ഹറാം, കുടിക്കണത് ഹറാം, എല്ലാം ഹറാമാണ്. ഈ ഹറാമായ ശരീരവുമായി കഅബയുടെ മുന്നിലല്ലേ എവിടെ പോയി ചോദിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഒരു പൊന്നുമകൻ, അവൻ അള്ളാഹിനോട് എപ്പം ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ മയ്യത്തിൻ്റെ മുന്നിൽ എൻ്റെ പൊന്നുമോൻ വന്ന് നിന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അള്ളാഹുവേ എൻ്റെ ഉപ്പയാ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, എൻ്റെ ഉപ്പയാണ് പടച്ചവനെ, സ്വർഗം കൊടുക്കണേ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്താൽ അവനൊരു ഹാഫിളാണെങ്കിൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അള്ളാഹു അങ്ങനെയുള്ളൊരു പൊന്നുമോനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരുന്ന ഒരുപാട് ചിലവ് മറ്റുള്ളതൊക്കെ ഉള്ളതാണ്. പോക്കറ്റിൽ കൈയിട്ടിട്ടൊരു നല്ല സദക്ക എടുക്കുമ്പോൾ ഒരു നിയ്യത്ത് ചെയ്തോ. റമളാനാണല്ലോ, ഇനി ദിവസങ്ങളിൽ വീടുകളിൽ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും എന്തെങ്കിലും തരണേ എന്ന് തെണ്ടാൻ. നമ്മുടെ വീട്ടിൽ ഒരുപാട് പേര് യാചിക്കാൻ വേണ്ടി കടന്നു വരും. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തോർത്ത് വിരിച്ചിട്ട് ചെറുപ്പക്കാരായ 10-30 വയസ്സുള്ള ഭാര്യമാരിരിക്കുക, ഭർത്താവിന് ക്യാൻസർ, എന്തെങ്കിലും തരണേ, എൻ്റെ മോളെ കെട്ടിക്കാൻ ഒന്നുമില്ല, എന്തെങ്കിലും തരണേ. തെണ്ടുന്ന എത്രയോ പാവങ്ങൾ നമ്മൾ കാണുന്നു. ഈ ബക്കറ്റിൽ നിൻ്റെ കയ്യിലുള്ളത് ഇടുമ്പോൾ നീ ഒരു നിയ്യത്ത് ചെയ്യുക, അള്ളാഹുവേ മരിക്കുവോളം ഒരുത്തൻ്റെ മുന്നിലും ഈ കൈ നീട്ടി യാചിക്കേണ്ട ഗതികേട് എനിക്കോ എൻ്റെ മക്കൾക്കോ തരല്ലേ അല്ലാ. എൻ്റെ ഭാര്യയ്ക്ക് പള്ളിയുടെ മുന്നിൽ പോയിരുന്നിട്ട് എൻ്റെ മോനെ കെട്ടിക്കാൻ, എൻ്റെ മോളെ കെട്ടിക്കാൻ, എന്നെ ചികിത്സിക്കാൻ വേണ്ടി തെണ്ടേണ്ട ഗതികേട് തരല്ലേ റബ്ബേ എന്ന ഒരു നല്ല നിയ്യത്തോടു കൂടി ഈ റമളാനിൻ്റെ 20ാമത്തെ പകലിൽ ഒരു നല്ല സദക്ക ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാ. എല്ലാവരും പെട്ടെന്ന് പോക്കറ്റ് കഴിയട്ടെ, ദുആ ചെയ്യാം. എല്ലാവരും പെട്ടെന്ന് ഒന്ന് ചങ്ങാതി പോക്കറ്റ് കൈയിടുന്നേ, എന്തിനിങ്ങനെ വെച്ചോണ്ടിരിക്കണത്? എന്താ താത്താമാര് 313 രൂപയല്ലേ എന്നല്ലേ പറഞ്ഞത്? 313 ഇല്ലെങ്കിലും 13എങ്കിലും ഇട്, ഒന്നിട്, പോക്കറ്റ് കൈയിട്ടാൽ മതി, ഇങ്ങോട്ട് ഇഷ്ടം. ഒന്നിട് ചങ്ങാതി. തലയുടെ മുകളിൽ നോക്കി, തലയുടെ മുകളിൽ നോക്കിത്താ സീറ്റല്ല, ഒരു മലക്ക് നിൽപ്പുണ്ട്. ഈ ബക്കറ്റ് നിന്റെ മുന്നിൽ വരുമ്പോൾ നീ എന്തെങ്കിലും ഇട്ടാ ഒരു മലക്ക് പറയും അല്ലാ പാവപ്പെട്ടവളാ അല്ല, ഇല്ലല്ല. എന്നിട്ടും കൊടുച്ചു പടച്ചവനെ, കടക്കാരിയ സ്വന്തമായൊരു കിടപ്പാടം പോലും ഇല്ല, എന്നിട്ടും കൊടുത്തറപ്പേ വാരിക്കോരി കൊടു പടച്ചവനെ അനുഗ്രഹം ചെയ്യും. ഇടാതെ ഇരുന്നാലേ മലക്ക് പറയും പടച്ചവനെ ഉണ്ട്, പടച്ചവനെ കയ്യിലും കാലിലൊക്കെ ഇട്ടുകൊണ്ട് നടന്നിട്ട് പോലും ഒരു 10 രൂപ പോലും പള്ളിക്ക് കൊടുക്കാത്തവളാ, ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കാനിലാക്കിയേക്കാൻ. എന്തിനാ ചങ്ങായിമാരെ റമളാൻ മാസമായിട്ട് മലക്കിനെ കൊണ്ട് നിനക്കെതിരെ ഒന്നിട്ട, എല്ലാവരും ഇട്ട. ബിസ്മില്ലാ. എന്തായാലും ബാങ്ക് വിളിക്കാറാ, ഇൻഷാ അല്ലാഹ് നിർത്താം പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. ഇടുന്നേ എന്ത് ഉസ്താദിനെ കൊണ്ടാ, വേറെ ആരും ഇല്ലേ? ഉസ്താദിനെ കൊണ്ട് എന്നെ പിരിപ്പിക്കുക, അതൊരു ബർക്കത്താ ഉസ്താദെ. അള്ളാഹു ആ പാവപ്പെട്ടവന് ഹൗദുൽ കൗസറിലെ വെള്ളം ആ കൈ കൊണ്ട് വാങ്ങിച്ചു കുടിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്ന് അൽഹംദുലില്ലാ. ഒരു ഉമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, ഇരിക്കാൻ കസേര ഇല്ലേ? നാളെ മഹ്ശറയിൽ നിന്ന് ദുരിതം അനുഭവിക്കുന്നവരെ തൊട്ട് ആ പാവപ്പെട്ടവൾ അള്ളാഹു കാക്കുമാറാകട്ടെ. നാളെ ആ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നിന്ന ഉമ്മാൻ്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു ആ കുഞ്ഞിന് ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. നിർത്താം, ബാങ്ക് വിളിക്കാറായി, നിർത്തിക്കൂടെ? ഇതെന്തിങ്ങനെ ഇരിക്കണത്? 4ാമത്തത് പറഞ്ഞില്ല. ഉസ്താദ് എന്നോട് പറഞ്ഞു ബാങ്ക് വിളിച്ചാലും കുഴപ്പമില്ല, ബാക്കി നിസ്കാരം കഴിഞ്ഞ് പറഞ്ഞാൽ മതിയെന്ന്. ആ പ്രസംഗം അങ്ങ് നിർത്തി. റമളാനിൽ ആദ്യം വഴുത് പറയാൻ വേണ്ടി കാഞ്ഞങ്ങാട് വന്നപ്പോൾ ഇതേപോലെ തുടങ്ങിയപ്പം 11:15 വഴുത് പറഞ്ഞിട്ട് ബാങ്ക് വിളിച്ചപ്പം ഉസ്താദെ നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യാൻ ജമാഅത്ത് കളയണ്ട. അപ്പം ഞാനും വിചാരിച്ച് പടച്ചവനെ നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ സ്വീകരിക്കുമല്ലോ, എന്തിനാ തട്ടിക്കളയണേ?
പോയി നിസ്കരിച്ചിട്ട് വന്ന് ദുആ ചെയ്യാൻ നിന്നപ്പോൾ എല്ലാവരും പറയാം ബാക്കിയും കൂടെ പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയാണ്. അവസാനം 2 മണിക്കൂർ പിന്നെ ഈ 3 മണി വരെ ഞാൻ നിന്ന് വഴുത് പറയേണ്ടി വരും. അന്നത്തോടു കൂടി മനസ്സിലാക്കി ലോഹർ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള വഴുതങ്ങ് നിർത്തി. എന്തായാലും ഇൻഷാ അല്ലാ നമുക്ക് പെട്ടെന്ന് കുറച്ച് എങ്ങനെ നിസ്കാരം പിന്നെ സാർ ഇത് കഴിഞ്ഞിട്ട് നിസ്കരിക്കുമോ അതോ പിന്നെ അപ്പോൾ ദുആയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ആ വിഷയം പേടിക്കണ്ട. ദുആ ചെയ്യാൻ കൂട്ടപ്രാർത്ഥനയൊക്കെ ഉള്ളതാണല്ലോ. നമ്മളെക്കാളും നല്ലത് നല്ല ആൾക്കാർ ദുആ ചെയ്യണം. നമ്മളൊക്കെ പാവങ്ങൾ വിട്ടേരെ. അള്ളാഹു നമുക്ക് ദുആയിൽ പങ്കെടുക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ 4ാമത്തെ കാര്യം പറഞ്ഞ് ദുആ ചെയ്ത് പിരിയും. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ എന്തേ അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് പടച്ചോൻ സ്വീകരിക്കാത്തത്? തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ സ്വീകരിക്കും. നിസ്കാരപ്പായിലിരുന്ന് ദുആ ചെയ്താൽ സ്വീകരിക്കും. നോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുമ്പ് ദുആ ചെയ്താൽ സ്വീകരിക്കും. ഇങ്ങനെ 11 സമയങ്ങളുണ്ട് ദുആ ചെയ്താൽ സ്വീകരിക്കുന്നത്. ഈ 11 സമയത്ത് നമ്മൾ ദുആ ചെയ്തിട്ടും പടച്ചോൻ നമ്മൾ ചോദിക്കണ കാര്യം തരുന്നില്ല എന്ന് ചിന്തിക്കണം ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ ചോദിക്കുന്നത് ശരിയാകാത്തത് കൊണ്ടാണ്. ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ ദുആയിൽ 10 കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു 10 കാര്യം പറയാം. ഈ 10 കാര്യം അനുസരിച്ച് ദുആ ചെയ്താൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ തള്ളപ്പെടും. ഇൻഷാ അല്ലാ ദുആ ചെയ്യോ? ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി. എനിക്കിവിടെ ചെയ്തേക്കോ? ദുആ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ കാര്യം പറയുമോ? ഒരു ഇൻഷാ അല്ലാ പറ മനുഷ്യന്മാരെ. അതെന്താണ് ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ? ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണില്ലേ? എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യും. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകാം. ഒരു 10 കാര്യം. ഇപ്പം എന്ത് ചെയ്യണം? ബാക്കി പറയാൻ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കൈപൊക്കിക്ക് ആഗ്രഹമുള്ളവർ താഴ്ത്തല്ലേ പൊക്ക്. താത്താമാർ, ഞാൻ പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടോ. എന്ത് താക്കണേ? പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണമെന്ന്. പൊക്കൂല്ലേ പറയുന്നേ? അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകും. ഞാൻ ഒരു നല്ല കാര്യം പറയാം. 1 മണിക്കാണ് നിസ്കാരം. 1 മണിക്കാണ് നിസ്കാരം. ഈ വിഷയം പറഞ്ഞാൽ 1 മണിക്ക് മുമ്പ് തീരൂല ദുആ എല്ലാം കൂടെ. പിന്നെ ഓടേണ്ട വരും. ഇപ്പോൾ ഒരു നല്ല കാര്യം പറയാം. നമുക്ക് പോയി 5 മിനിറ്റ് പോയി wudu എടുക്കുക, നിസ്കരിക്കുക, വന്നിരുന്നിട്ട് ബാക്കി പറയാം. എന്താ അഭിപ്രായം? അതല്ലേ നല്ലത്? നിസ്കാരം കഴിഞ്ഞ് പോവോ? അപ്പോൾ ഇൻഷാ അല്ലാ എഴുന്നിട്ട് നിസ്കരിക്കും. താത്താമാർ, ആരെങ്കിലും ഇവിടെ ഇരുന്നിട്ട് മറ്റുള്ളവരെ കാര്യം പറയില്ല. എന്തെങ്കിലും പറയണമെങ്കിൽ എൻ്റെ കാര്യം പറ. നിങ്ങളുടെ നോമ്പിൻ്റെ പ്രതിഫലം വല്ലവനും കൊടുക്കേണ്ട എനിക്കിതാ. അതിലും പറയല്ലോ ഇല്ലേ മിണ്ടാതെ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ചെയ്തുകൊണ്ടിരിക്കും. ഞാനൊരു ദിക്റ് പറഞ്ഞു തരാം. ആ ദിക്റ് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയാം? നിങ്ങൾ ഒരു പ്രാവശ്യം പറയുമ്പോൾ ആ സമയത്ത് സ്വർഗത്തിലൊരു മലക്ക് ഒരു ഈന്തപ്പന മരം നടും. നിങ്ങൾ ആ ദിക്റ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ആ പറയുന്ന സമയത്ത് സ്വർഗത്തിലൊരു മലക്ക് ഈന്തപ്പന മരം നടും. ഒരു ദിക്റ് പറഞ്ഞു തരാം. സ്വർഗത്തിൽ മരം നട്ടുകൊണ്ടിരിക്കുമോ? എങ്ങനെയാ? അസ്സലാമു അലൈക്കും വേണ്ട, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ. നിങ്ങൾ മടാൻ, നമുക്ക് പിന്നെ നടാം. നിങ്ങൾ ആദ്യം നിസ്കരിക്കും, അവരും മരം നടാൻ നിൽക്കുക. ഈ ദിക്റ് പറഞ്ഞ ആ പറയണ സമയത്ത് സ്വർഗത്തിലൊരു മലക്ക് ഈന്തപ്പന മരം നടുന്നു. അപ്പം ഇൻഷാ അല്ലാ ഇവിടെ അല്ല, സ്വർഗത്തിൽ 1 ഏക്കർ മരം നട്ടുപോയി പെട്ടെന്ന്. ഇൻഷാ അല്ലാ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമോ? പെട്ടെന്ന് പറഞ്ഞു തരാം ഇൻഷാ അല്ലാ. ഇന്ന് മുതൽ ദുആ ചെയ്യുമ്പോൾ ആ 10 കാര്യം ഉൾപ്പെടുത്തിയിട്ട് വേണം ദുആ ചെയ്യാൻ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ ചെയ്യൂലേ? ഇൻഷാ അല്ലാ. 1, ദുആഇൻ്റെ തുടക്കത്തിൽ ഹംദും സ്വലാത്തും പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുആ ചെയ്യുന്ന സമയം, തുടങ്ങുന്ന സമയത്ത് നിങ്ങളിനി മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡത്തിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും ദുആ ചെയ്യാം. എല്ലാ ഭാഷയും അല്ലാഹുവിന് അറിയാം. എങ്കിലും ദുആ ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്.
ഹംദും സ്വലാത്തും ദുആഇൻ്റെ തുടക്കത്തിൽ നിർബന്ധമായി പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താ? ദുആ ചെയ്യുമ്പോൾ എന്ത് പറയണം? എങ്ങനെയാ ഒന്ന് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് നിർബന്ധമായി പറയണം. രണ്ട് അള്ളാഹുവിൻ്റെ 99 പേരിൽ ഒരു 5 പേരെങ്കിലും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന് 99 പേരുണ്ട്, അസ്മാഉൽ ഹുസ്ന. 99 പേര് ആരെങ്കിലും പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവൻ്റെ ദുആ സ്വീകരിക്കും. ആ 99 പേര് ആരെങ്കിലും കാണാതെ പഠിച്ചാൽ അവൻ്റെ ശരീരം നരകത്തിന് ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദുആ ചെയ്യുന്ന സമയത്ത് ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസ് സലാം എന്ന് തുടങ്ങുന്ന പേരുകൾ, അതിൽ നിങ്ങൾക്കറിയുന്നത് മലയാളത്തിലെങ്കിലും അല്ലാഹ് റഹ്മാനായ അല്ലാഹ്, കരുണയുള്ള റബ്ബേ, ദയാലുവായ പടച്ചവനെ, സിട്ടാവായ അല്ലാഹുവേ, മാലിക്കുൽ മുലൂക്കായ പടച്ചവനെ, ഇതുപോലെ ഔദാര്യമുള്ളവനെ, ഇതുപോലെ ഒരു 5 പേരെങ്കിലും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, ദുആ ചെയ്യുന്ന സമയത്ത് ഒരു ഓർമ്മ നിനക്കുണ്ടാകണം. ദുആ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണെന്നുള്ളൊരു ചിന്തയുണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവശ്യക്കാർ നമ്മൾ, അള്ളയല്ല. ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആവശ്യക്കാർ നമ്മൾ, അള്ളയല്ല. നമുക്ക് അള്ളാനെ കൊണ്ട് ആവശ്യം, നമ്മളെ കൊണ്ടല്ല അള്ളാഹിക്ക് ആവശ്യം. ദുആ ചെയ്യണ സമയത്ത് നമുക്ക് തന്നെ ഒരു ഉറപ്പില്ല ഇത് സ്വീകരിക്കുമെന്ന്. ദുആ ചെയ്യുന്നവർ തന്നെ അറിയാം അത് സ്വീകരിക്കൂല എന്ന്. അവന് തന്നെ 100 101% ഉറപ്പില്ല. പിന്നാണെങ്കിൽ ഇപ്പം തന്നെ പള്ളിയിലൊക്കെ ഉസ്താദന്മാർ ദുആ ചെയ്യുമ്പോൾ ബിരിയാണി തിന്നാനിരിക്കണ പോലെ ചിലരൊക്കെ ഇരിക്കണേ. ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ സദ്യ ഉണ്ണാനിരിക്കണ പോലെ 2 കാല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കയറി ഇരിക്കുക. ഇങ്ങനെ ചിലർക്കാണെങ്കിൽ പിന്നെ കൈപോലും ഉയർത്താൻ കഴിയില്ലല്ലോ. ദുആ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൈ ഉയർത്തി ദുആ ചെയ്യണമെന്ന്, ഇതിങ്ങനെ വെട്ടിയിട്ടിരിക്കാൻ മടിയിൽ ചിലർക്ക് പിടിക്കാൻ തന്നെ സമയമില്ല. അല്ലാഹു നമ്മുടെയൊക്കെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യജമാനൻ്റെ മുന്നിൽ നിൽക്കുന്ന അടിമയെപ്പോലെ താഴ്മയോടുകൂടി വേണം അള്ളാഹിനോട് ദുആ ചെയ്യാൻ. നമ്മുടെ കാര്യങ്ങൾ പടച്ചവൻ്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ മാന്യനായിട്ട് വളരെ താഴ്മയോടുകൂടി കിബിലയ്ക്ക് അഭിമുഖമായി അത്തഹിയ്യാത്തിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകും. എന്താ ഒരു സൗണ്ട് കേൾക്കണത്? തനിയം ഉണ്ടായിരിടാ. മൂന്നാമത്തെ കാര്യം, ദുആ ചെയ്യുമ്പോൾ ആവശ്യക്കാരൻ നീയാണ്, അള്ളയല്ല. ആ ഓർമ്മയുണ്ടാകണം. 4, ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ 4ാമത്തെ കണ്ടീഷൻ, നിന്റെ ജീവിതത്തിൽ അള്ളാഹു ചെയ്തു തന്ന നല്ല കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവേ, നീ എനിക്ക് കൈ തന്നു, കണ്ണ് തന്നു, മക്കളെ തന്നു, ഭാര്യ തന്നു, ജോലി തന്നു, ആഫിയത്ത് തന്നു, ഇതൊക്കെ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളാണ്. അൽഹംദുലില്ലാഹ്, ഞാനതിന് നന്ദിയുള്ളവൻ. നിനക്ക് റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 5ാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവേ, ഞാൻ നിസ്കരിച്ചിട്ടായിരിക്കണത്, നിസ്കാരപ്പായിൽ ഞാൻ നോമ്പ് പിടിച്ചിട്ട് മുറിക്കുന്ന സമയത്ത് അള്ളാഹ് ഇരിക്കണേ. റബ്ബേ, ഇൽമിൻ്റെ സദസ്സിലിരുന്ന ദുആ ചെയ്യണേ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം ദുആ ചെയ്യാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 6 ഇനിയുള്ള കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് സഹോദരിമാർ. 6, അള്ളാഹുവിനെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവെ, ഞാനും അവനും ഒരുമിച്ചാ ഗൾഫിൽ പോയത്, ഞങ്ങൾ 2 പേരും ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യണം, അവന് നല്ല വീടായി, മക്കളെയൊക്കെ കെട്ടിച്ച് നല്ല, എന്നോട് മാത്രം എന്ത് പടച്ചാൻ ഇങ്ങനെ, എൻ്റെ സഹോദരങ്ങളൊക്കെ നല്ല രീതിയിലായി, എന്നെ മാത്രം എന്ത് പടച്ചനെ നീ ഇങ്ങനെ ആക്കിക്കളഞ്ഞു. അള്ളാഹിനെ കുറ്റപ്പെടുത്തുക. 2 പേരും അള്ളാഹിൻ്റെ അടിമകൾ തന്നെയാണ്. ഞാനും അള്ളാഹിൻ്റെ അടിമ, നീ അള്ളാഹിൻ്റെ അടിമ. എന്നിട്ട് ഒരാളോട് നീ നീതി കാണിച്ചു, എന്നോട് നീതി കാണിച്ചില്ല, അള്ളാഹിനെ കുറ്റപ്പെടുത്തുക, ദുആ ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹിനെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. 7ാമത്തെ കാര്യം മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യനും എതിരായി ദുആ ചെയ്താൽ നീ ചോദിച്ച കാര്യം അള്ളാഹു നിനക്ക് തരില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുആ ചെയ്യണ സമയത്ത് അള്ളാഹുവെ പടച്ചവനെ, അവൻ എത്തീംഖാനയിലാവണേ, അവൻ്റെ വീട് മുടിഞ്ഞു പോണേ, അവൻ്റെ മോടെ തലാക്ക് പറയണേ, കൊത്തുവാള എടുക്കണേ, കച്ചവടമൊക്കെ മുടിഞ്ഞ് അള്ളാഹുവെ എത്തീംഖാനയിലാവണം, പള്ളിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് പിരിക്കണം. നമ്മൾ ദുആ ചെയ്യും.
മറ്റൊരുത്തൻ നശിക്കാൻ വേണ്ടി ദുആ ചെയ്താ നിന്റെ കാര്യം നടക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെയ്യണ കാര്യമല്ലേ താത്ത ഇല്ലേ? ദുആ ചെയ്യുമ്പോൾ 27-ാം രാവിൻ്റെ അല്ല പടച്ചവനെ അവൻ്റെ മയ്യത്ത് അവളുടെ മയ്യത്ത് റോഡിൽ നിന്ന് തുടച്ചെടുക്കണം, വണ്ടിയുടെ അടിയിൽ നിന്ന് കുളിപ്പിക്കാൻ പോലും കിട്ടല് പടച്ച. നമ്മളൊക്കെ ദുആ ചെയ്യണം. പ്രാക്കും ശാപവും ഒക്കെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പൊന്നത്ത നിന്റെ കാര്യം നടക്കാത്ത അതുകൊണ്ടാണ്. നീ എത്ര കരഞ്ഞു വിളിച്ച് ചോദിച്ചിട്ടും പടച്ചവൻ തരാത്ത എന്താ? നീ ദുആയിലും മറ്റുള്ളവൻ മുടിയാൻ വേണ്ടി ദുആ ചെയ്താൽ വല്ലതും നടക്കുമോ? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരുത്തൻ അനുഗ്രഹം ഉണ്ടാവണ കണ്ടിട്ട് നമുക്ക് അസൂയപ്പെട്ടിട്ട് ഒന്നും കിട്ടാനില്ല. എടാ, നിന്റെ വീടിൻ്റെ അയൽവാസി അവൻ കൂലിപ്പണിയാ, റോഡിൽ കുഴിയെടുത്ത് ജീവിക്കുന്നവൻ, എന്നാലും അവൻ്റെ വീട്ടിൽ 500 രൂപ ഒരു ദിവസം ശമ്പളം വന്നാൽ സന്തോഷമാണ്, ബാലൻസ് വരും. ഇപ്പോൾ പള്ളിയിലെ ഉസ്താദന്മാരെ കണ്ടില്ല, കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യും. കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്തിട്ട് 5000 രൂപ 6000 രൂപ കൂട്ടി കൊടുക്കത്തില്ലല്ലോ പാവങ്ങൾക്ക്. കൂട്ടിപ്പോലും കൊടുക്കൂല. ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. ചോദിക്കുമ്പോൾ പറയും, ഉസ്താദെ ബർക്കത്തുണ്ടല്ലോ നിങ്ങൾക്ക് അതിനകത്തുനിന്ന്. 5000 രൂപയായിരിക്കും, പക്ഷേ ആ 5000 രൂപയിൽ തൻ്റെ കുടുംബവും തൻ്റെ ഭാര്യയും മക്കളൊക്കെ സന്തോഷത്തോടെ ജീവിച്ചിട്ട് ബാലൻസ് ഉണ്ടാവും. അള്ളാഹു അതിലൊരു ബർക്കത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരുത്തൻ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ അസൂയപ്പെട്ടിട്ട് ഒരു ഉസ്താദന്മാർക്ക് നല്ലൊരു വീട് വെക്കാൻ പറ്റൂല, നല്ലൊരു വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റൂല, അസൂയ. തൻ്റെ അയൽവാസിക്ക് ഒരു നല്ല വീട് വെച്ചുകൂടാ, നല്ലൊരു കാർ എടുത്തുകൂടാ, ഇതൊക്കെ കാണുമ്പോൾ അസൂയ നമുക്ക്. എൻ്റെ പൊന്നു ചങ്ങായിമാർ, ഒരു കാര്യം മനസ്സിലാക്കാം, 3 കാര്യങ്ങൾ നമ്മുടെ കൂടെ നടക്കുന്ന. എത്ര ഓടിച്ചാലും പോകില്ല, 3 കാര്യം കൂടെ നടക്കും. 1 മരണം, 2 നീ തിന്നേണ്ട ഭക്ഷണം നീ അല്ലാതെ വേറെ ആരും തിന്നില്ല. ഓരോ ഭക്ഷണത്തിൻ്റെ ഒരു മണി അരിയുടെ മുകളിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്, സിറാജ് ഇന്ന അരി തിന്നും, അത് എവിടെ ആണെങ്കിലും ഞാൻ പോയി തിന്നിരിക്കും, അത് വേറെ ലോകത്തൊരു മനുഷ്യനും തിന്നൂല. മരണവും അതുപോലെ കൂടെ നടക്കും. 3-മതൊരു കാര്യം, നിനക്ക് കിട്ടേണ്ട പൈസ ലോകത്ത് വേറെ ആർക്കും കിട്ടൂല, നിനക്ക് തന്നെ കിട്ടത്തുള്ളൂ. നിന്റെ പേരതിൽ എഴുതിയിട്ടുണ്ട്, നിനക്കേ കിട്ടൂ. നിനക്ക് അർഹതയില്ലാത്ത 1 രൂപ വേറൊരുത്തൻ്റെ 1 രൂപയും നിനക്ക് കിട്ടൂല, നിന്റെ പൈസ തന്നെ നിനക്ക് കിട്ടൂ. നീ പിന്നെ ആർത്തി കാണിച്ചിട്ട് എന്ത് കാര്യം? അസൂയൊക്കെ വിട്ടിട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. അയൽവാസിയുടെ വീട് കണ്ടിട്ടും വാഹനം കണ്ടിട്ടും അവൻ്റെ അനുഗ്രഹം കണ്ടിട്ടും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിനക്ക് വേണമെങ്കിൽ നീ അള്ളാഹിനോട് ദുആ ചെയ്യ്, പടച്ചവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർക്കത്തുണ്ടാവണം. ഞാൻ ഒരു വഴി പറഞ്ഞുതരാം, ചെയ്യൂ ചങ്ങാതി. അള്ള തന്നതിലൊക്കെ ബർക്കത്ത് കിട്ടാനൊരു വഴി പറഞ്ഞു തരട്ടെ. എന്ത് ലൊഹർ നിസ്കരിച്ചപ്പോഴത്തേക്ക് പവർ പോയാ? കൂടണ്ടേ പവർ? ഞാനൊരു കാര്യം പറഞ്ഞു തരാം, നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. അള്ളാഹിൻ്റെ റസൂല് പറയുന്നു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബർക്ക. ആരുടെ വീട്ടിലാണോ 4 കാര്യങ്ങളുള്ളത് അവൻ്റെ വീട്ടിൽ അള്ളാഹു ബർക്കത്തിറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു 4 കാര്യം പറഞ്ഞു തരാം, വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. നോക്കൂലേ? 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. നോക്കൂ, ഇതെന്ത് ഇങ്ങനെ ഇരിക്കണേ? നോക്കൂടെ? 1, ചിരിക്കരുതാരും. ഇത് പറയുമ്പോൾ താത്തമാർക്കൊക്കെ ചിരിയാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബർക്ക. ആരുടെ വീട്ടിൽ 4 സാധനങ്ങളുണ്ടോ അവൻ്റെ വീട്ടിൽ അള്ളാഹു ബർക്കത്തിറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 1 അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബർക്ക. ആരുടെ വീട്ടിലാണോ ആടുള്ളത് അവൻ്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ത് അറിയോ? മട്ടൻ അടിക്കാൻ മാത്രമല്ലേ അറിയൂ. ആരുടെ വീട്ടിലാണോ ആടുള്ളത്, TV ഉള്ളതല്ല, ആട്, ആരുടെ വീട്ടിലുണ്ടോ അവൻ്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വളർത്താനൊക്കെ ഇത്തിരി കഷ്ടപ്പാടാ, ഇത്തിരി ബുദ്ധിമുട്ടാ. ഉസ്താദെ കുളിപ്പിക്കണം, കഴുകണം, വൃത്തിയാക്കണം, ആഹാരം കൊടുക്കണം, നമ്മളെ കൊണ്ട് പറ്റൂല, സമയമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് വീട്ടിൽ ആടുണ്ടോ അവരുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുന്ന. വീട്ടിൽ ആടുള്ള ഏതെങ്കിലും ഒരു താത്ത ഉണ്ടോ? ഒന്ന് കൈവക്കിക്ക്. അൽഹംദുലില്ലാ 3-4 ഉണ്ട്, കുഴപ്പമില്ല. നിങ്ങൾ ആരുമില്ല, ബർക്കത്തിനെങ്കിലും അൽഹംദുലില്ലാ, അള്ളാഹു ചെയ്യുമാറാകട്ടെ. 2 വദ്ദീഖു ഫിദ്ദാരി ഫീഹിന്ന ബർക്ക. ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് അവൻ്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തുണ്ടെങ്കിൽ കോഴി, ഇറച്ചിക്കോഴി തിന്നാൻ, മട്ടൻ തിന്നാൻ കോഴി തിന്നാൻ മാത്രം നോക്കിയാൽ പോരാ, കോഴിയെ വീട്ടിൽ വളർത്തണം. ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വളർത്തലൊക്കെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീട്ടിൽ കോഴിയെ വളർത്തിയാൽ കിട്ടുന്ന പ്രതിഫലം അറിയാവോ? വീട്ടിൽ കോഴിയെ വളർത്തിയാൽ ഉള്ള പ്രതിഫലം അറിയാവോ? ചില ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തെങ്ങിലൊക്കെ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ കുലച്ച് നിൽക്കാം. ഈ പ്രാവശ്യം ഒരുപാടുണ്ടല്ലോ, കൊള്ളാം. അടുത്ത വർഷം തെങ്ങ് നിന്നതിൻ്റെ അടയാളം പോലും കാണൂല, കരിഞ്ഞു പോകും. ചില ആൾക്കാർ പറഞ്ഞ അറം പറ്റും, കണ്ണേറ്. ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ മതി, അതോടുകൂടി തീർന്ന്. കണ്ണേറും പ്രാക്കും ശാപമൊക്കെ ഇതൊക്കെ ഉള്ളതാ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിൽ കോഴിയുണ്ടെങ്കിൽ വീട്ടിൽ ചുമ്മാതിരിക്കുന്ന സമയത്ത് കോഴിയുടെ കണ്ണിൽ ഒന്ന് തറപ്പിച്ച് നോക്കണം. ചുമ്മാതിരിക്കുമ്പോൾ കോഴിയുടെ കണ്ണിൽ ഇങ്ങനെ ഒന്ന് കണ്ണുരുട്ടിയിട്ട് നോക്കണം. കോഴി നിന്നെ നോക്കി പേടിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ കോഴിയെ വളർത്തിയ കണ്ണീറൊന്നും പരിക്കൂല എന്ന കോഴി തടയുമെന്ന് ഹദീസിൻ്റെ കിതാബിൽ കാണാം. അല്ലാഹ് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളിങ്ങനെ ഓടി നടക്കുക, അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുക. ഉസ്താദെ പ്രാക്കും കണ്ണീറും ശാപം സിഹിർ മണ്ണാങ്കട്ടൊക്കെ ഒന്ന് മാറ്റിത്താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കുക അവിടെ ഇവിടെയൊക്കെ, ജ്യോതിശാലയങ്ങളിലും അവിടെ ഇവിടെയൊക്കെ. ഓടേണ്ട പെങ്ങളെ, വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ നോക്ക്. എൻ്റെ ഉമ്മയാണെങ്കിൽ ഞാൻ ഈ വഴുതു പറയാനൊക്കെ തുടങ്ങിയതിന് ശേഷം ഭയങ്കര കണ്ണീറും പ്രാക്കൊക്കെ, അതിന് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഉമ്മ ഏതോ ഉസ്താദിൻ്റെ അടുക്ക പോയപ്പം പറഞ്ഞു, മോനൊരുപാട് പ്രാക്കൊക്കെ ഉണ്ട്, മാറാൻ ഒരു കോഴിയെ തലയെ ചുറ്റിയിട്ട് വിട്ടാൽ മതി 41 ദിവസവും. ഉമ്മ എന്നെ കാണുമ്പോൾ എപ്പോഴും ഇത് പറയും. എനിക്കാണെങ്കിൽ ഇതിൽ വിശ്വാസവും. അവസാനം ഉമ്മച്ചിയല്ലേ പറയണ കേട്ടിട്ട് തല വെച്ച് കൊടുത്തു, ഒരു കോഴിയെ പിടിച്ച് തലയെ ചുറ്റിയിട്ട് വിട്ട്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇതിൻ്റെ ഇറച്ചി നിങ്ങളാരും കഴിക്കരുത്, ഇതിന് ഭക്ഷണം കൊടുക്കണം, കളഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഉമ്മ ഇങ്ങനെ അരിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. 12 ദിവസം കഴിഞ്ഞപ്പോൾ കോഴിയുടെ സ്വഭാവം അങ്ങ് മാറി. നാട്ടിലുള്ളവരെയൊക്കെ ഓടിച്ചിട്ട് കൊത്താൻ തുടങ്ങി. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നോക്കും, പട്ടിയുള്ളതുപോലെ വീട്ടിൽ കോഴി അവിടെ കാണാൻ നിൽക്കുന്നുണ്ട്. അവസാനം നാട്ടുകാരെല്ലാം കൂടെ അതിനെ എറിയാൻ തുടങ്ങി. എല്ലാവരും ഓടിച്ചിട്ട് കൊത്തുക. അവസാനം പിന്നെ പിടിച്ച് കെട്ടിയിട്ട് 21 ദിവസമായപ്പോഴത്തേക്ക് അതങ്ങ് എവിടെ ചത്തുപോയി. പ്രാക്ക് കൊണ്ട് അതങ്ങ് എത്തുപോയി. അങ്ങനെ അവസ്ഥയായിപ്പോയി. ഞാനിത് പറഞ്ഞത് കോഴിയെ തലയെ ചുറ്റി വിടണമെന്നല്ല, ഇനി അങ്ങനെ ഒരു മസല പറഞ്ഞെന്ന് പറഞ്ഞ് ചുറ്റി വിടരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പോൾ വീട്ടിൽ കോഴിയെ വളർത്തിയ ഉപദ്രവങ്ങൾ, ശൈത്താൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല. ശൈത്താൻ ഇഷ്ടമില്ലാത്ത ജീവിയാ കോഴി. ശൈത്താൻ ഇഷ്ടമല്ല കോഴിയെ. കാരണം എന്താപ്പാ? എന്തുകൊണ്ടാ? സുബഹിക്ക് നമ്മളൊക്കെ ഇങ്ങനെ സുഖിച്ചുറങ്ങുമ്പോൾ കോഴിയിട്ട് ഒരൊറ്റ കൂവല, എഴുന്നേക്കട പള്ളിയിൽ പെടാന്ന്. നമ്മളൊക്കെ സുഖിച്ചുറങ്ങാം, ശൈത്താൻ വന്നിട്ട് ഉറങ്ങുമോനേന്ന് ഇങ്ങനെ താരാട്ടുപാടി ഉറക്കുമ്പോൾ കോഴി നമ്മളെ വിളിച്ചുണർത്തും. അതുകൊണ്ട് ശൈത്താന് കോഴി ഇഷ്ടമല്ല. വീട്ടിൽ കോഴിയെ വളർത്തിയാൽ ശൈത്താൻ്റെ ഷെറുകൾ ഉണ്ടാവില്ലെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് അവൻ്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുന റസൂലുള്ളാഹി. നിങ്ങൾ വിചാരിക്കും ഈ ചങ്ങാതി എന്താണ് ആടും കോഴിയൊക്കെ പറയണത്? പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ പറയണ്ടേ? 2ാം ലോക മഹായുദ്ധം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് വല്ല നേട്ടമുണ്ടോ? ഒരു നേട്ടമില്ല. ഇൻഷാ അല്ലാഹ് തങ്ങൾ വന്ന് ഞാൻ പെട്ടെന്ന് നിർത്താം. ഇനി 2 കാര്യം താത്താമാർക്കുള്ളതാണ്. ഇങ്ങോട്ട് നോക്ക്. ഇനി 2 കാര്യം താത്താമാർക്കുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തങ്ങളെത്തി കഴിഞ്ഞ് ഇനി ഇപ്പം പ്രസംഗത്തിന് പ്രസക്തിയൊന്നുമില്ല. അള്ളാഹു ആഫിയത്തും ദീർഘായുസൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ 10 മിനിറ്റ് ഇൻഷാ അല്ലാഹ് പെട്ടെന്നിരിക്കും. 10 മിനിറ്റ്. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇനി 2 കാര്യം പെങ്ങന്മാർക്കുള്ളതാണ്. ആരുടെ വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് അവളുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആട്ടുകല്ലെന്ന് പറയുന്നൊരു സാധനം ഉണ്ട്, അറിയായിരുന്ന? ഇങ്ങനെ കല്ലിങ്ങനെ വെച്ച് ആട്ടണേ. പണ്ട് പട്ടിണിയും പരിവട്ടമായിട്ട് നിനക്ക് ഒരു ചുരിദാർ മാത്രം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ കഴുകി ഉണക്കി അത് തന്നെ ഇട്ടുകൊണ്ട് പോയിരുന്ന ഒരു കാലുണ്ടായിരുന്നു നിനക്കൊക്കെ. അന്ന് ഈ ഫർദയൊന്നും ഇല്ലായിരുന്നില്ല. അന്ന് ഉമ്മച്ചിയോട് പറയും, ഉമ്മ എനിക്ക് ദോശ തിന്നണം, അപ്പം തിന്നണം. പാവം പോയി ഇരുന്നിട്ട് പച്ചരിയൊക്കെ വാരി വെള്ളത്തിലിട്ടിട്ട് ആട്ടിയൊക്കെ ഉണ്ടാക്കി തന്നൊരു കാലമുണ്ട്. ഇന്ന് നിൻ്റെ മോള് പറഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് അവരുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. താത്താമാർ പറയും, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം ഉസ്താദേ, അതിൻ്റെ പാട് നമുക്കല്ലേ അറിയുന്നു. എൻ്റെ പൊന്നുമോളെ ഇന്ന് വീട്ടിൽ പോയിട്ട് ഭർത്താവിനെ വിളിച്ചിട്ട് പറമ്പിലിറങ്ങ്, എവിടെയോ കിടപ്പുണ്ട്, കഴുകി ശുദ്ധിയാക്കി വീട്ടിനകത്ത് കയറ്റി ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4, ആരുടെ വീട്ടിലാണോ കറിച്ചട്ടിയുള്ളത് അവളുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഗ്യാസ് വന്നതോടുകൂടി കറിച്ചട്ടിയൊക്കെ പോയില്ലേ? ഇവിടെ വീട്ടിലൊക്കെ ചട്ടിയുണ്ടോ? പേരിനെങ്കിലും നിങ്ങൾ എന്ത് വിചാരിച്ച്? വലിയ കാര്യങ്ങളൊന്നുമല്ല. അള്ളാൻ്റെ റസൂൽ എല്ലാം പഠിപ്പിച്ചില്ലേ? ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വന്ന വഴി മറക്കാൻ പാടില്ല എന്നാണ്. വന്ന വഴി മറന്നു പോകരുത്. എത്രയൊക്കെ വളർന്നാലും നമ്മുടെ പഴയ കാലം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഉമ്മയും ഉപ്പയും പട്ടിണി ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം തന്ന ഒരു കാലം, ഒരു വസ്ത്രം അത് കഴുകിയിട്ട് ഉണങ്ങാതെ ആ വസ്ത്രം ഇട്ടുകൊണ്ട് നീ സ്കൂളിൽ പോയിരുന്ന കാലം നീ ഓർക്കണം. ഒരു പേനയിൽ മഷി തീർന്നാൽ അതിൻ്റെ ലീഫില്ലറിനകത്ത് ഊതി നീ ഒരച്ച് എഴുതിയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങളൊക്കെ തന്നപ്പോൾ എല്ലാം പോയില്ലേ പെങ്ങളെ? അള്ളാഹുവിൻ്റെ പ്രവാചകം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരുടെ വീട്ടിലാണോ കറിച്ചട്ടിയുള്ളത്
അവളുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. പെരുന്നാളിന് വസ്ത്രം വാങ്ങാനല്ല പോണ്ടത്, പെരുന്നാളാണ് വസ്ത്രമല്ല വാങ്ങേണ്ടത്. നേരെ പയ്യന്നൂർ ചന്തയിൽ പോയിട്ട് ചട്ടിക്കലൊക്കെ വേടിയിട്ട് ബർക്കത്തിറങ്ങും. നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്ന ആദ്യം ഇതൊക്കെ ചെയ്യും. ആടും കോഴിയൊക്കെ വീടിനകത്ത് കയറ്റും, ബർക്കത്തൊക്കെ ഇറങ്ങും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ എട്ടാമത്തെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യനും എതിരായി നീ ദുആ ചെയ്താൽ നീ ചോദിച്ച കാര്യം അള്ളാഹു തരില്ല. 9 നിന്റെ കാര്യം നീ പറയുന്നതിന് മുമ്പേ മറ്റുള്ളവന് വേണ്ടി ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് ആരെ കൊണ്ട് പറ്റും? നമ്മളെ കൊണ്ട് പറ്റുമോ? നീ നിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് അള്ളാഹിനോട് പറയണം, പടച്ചനെ എൻ്റെ അയൽവാസി പാവപ്പെട്ടവനെ, പടച്ചനെ സമ്പത്ത് കൊടുക്കണേ, വീട് കൊടുക്കണേ, നല്ല ജോലി കൊടുക്കണേ, പടച്ചനെ എനിക്കും തരണേ അല്ലാ. നിന്റെ കാര്യം പറയുന്നതിന് മുമ്പേ നീ മറ്റുള്ളവന് വേണ്ടി ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാ ചങ്ങാതി വയലിനൊക്കെ വരുമ്പോൾ ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് മൈക്ക് സെറ്റുകാരന് വരെ ദുആ ചെയ്തിട്ട് നമ്മുടെ കാര്യം നമ്മൾ പറയും. നടക്കണ്ടേ? ആദ്യം നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ട് ബക്കറ്റ് എടുത്തവനും സ്റ്റേജ് കെട്ടിയവനും മൈക്ക് സെറ്റുകാരനും എല്ലാവർക്കും ചെയ്തിട്ടാ അവസാനം നമ്മുടെ കാര്യം പറയണേ. എന്തിനുണ്ടാ? നമ്മുടെ കാര്യം നടക്കാനാ. മറ്റുള്ളവൻ്റെ കാര്യം നടക്കാൻ വേണ്ടി ദുആ ചെയ്തിട്ട് വേണം നിന്റെ കാര്യം പറയേണ്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാവർക്കും അങ്ങോട്ട് പറ്റണമെന്നില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 10ാമത്തെ കാര്യം ഹംദും സ്വലാത്തും കൊണ്ട് ദുആ അവസാനിപ്പിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 10 കാര്യം അനുസരിച്ചിട്ട് ദുആ ചെയ്താൽ അവൻ്റെ ദുആ അള്ളാഹു തട്ടിക്കളയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദുആകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം വിളിക്കുന്ന 4ാമത്തെ മനുഷ്യൻ. തങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു, പറഞ്ഞോട്ടെ. തങ്ങളെ ഇരുത്തിയിട്ട് വഴുത് പറയണത് ശരിയല്ല, അതവുകേടാ. എന്താ ചെയ്യുക? പെട്ടെന്ന് പറയാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ സ്വർഗം വിളിക്കുന്ന 4ാമത്തെ വിഭാഗമേതാ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്ന സഹാബാ വമുത്ഇമുൽ ജിയാൻ. ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാതെ, ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കരയുന്ന പാവപ്പെട്ടവരുണ്ടല്ലോ. ഒരു നേരത്തെ മരുന്നിന് പോലും പൈസയില്ലാതെ കഴിയുന്നവർ, കടങ്ങളായി കഴിയുന്നവർ, പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ പണമില്ലാതെ അതാ പള്ളികൾ തോറും കയറിയിറങ്ങി യാചിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ടല്ലോ. അവരെ സഹായിക്കുന്നവനുണ്ടല്ലോ. അവനെ സ്വർഗം വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നോമ്പ് മുറിക്കുന്ന സമയത്ത് നിന്റെ വീടിനകത്ത് തീൻമേശയുടെ മുകളിൽ പല ആഹാരങ്ങൾ അതാ നീ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ, നിന്റെ വീടിന്റെ പുറകില് പച്ചവെള്ളവും കാരക്കയും കഞ്ഞിയും എടുത്തിട്ട് നല്ല ഒരു ആഹാരം പോലും കഴിക്കാനില്ലാതെ വീടിനകത്തിരുന്ന് കരയുന്ന നിന്റെ പാവപ്പെട്ട അയൽവാസിയെ നീ മറന്നു പോകല്ലേ. യതീമീങ്ങളെ മറന്നു പോകല്ലേ. മിസ്കീനുകളെ മറന്നു പോകല്ലേ. മാരക രോഗം പിടിച്ചിട്ട് ഒരു നേരത്തെ മരുന്നിന് പോലും പണമില്ലാതെ കരന്നുകൊണ്ടിരിക്കുന്ന രോഗികളെ നീ മറന്നു പോകല്ലേ. വിശുദ്ധമായ റമളാനല്ലേ, ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട മാസമല്ലേ. ഇനിയുള്ള ദിവസങ്ങൾ നിനക്ക് പുണ്യങ്ങളുടെ പൂക്കാലമല്ലേ. സക്കാത്ത് കൊടുക്കേണ്ട മാസമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറക്കല്ലേ. നീ പെരുന്നാളിന് വസ്ത്രം വാങ്ങിയിട്ട് നല്ല ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ ഇന്ന് കടകൾ കയറിയിറങ്ങുമ്പോ, അല്ലാഹുവേ, നിന്റെ വീടിന്റെ ഓരത്ത് ഒരു വസ്ത്രം പോലും ധരിക്കാനില്ലാതെ ഉപ്പ മരിച്ചുപോയ 10 വയസ്സിന്റെ താഴെയുള്ള ഒരു പ്രിയപ്പെട്ട പൊന്നുമകനുണ്ട്. മറക്കല്ലേ പെണ്ണ്, മറക്കല്ലേ പൊന്നുമോള്. ആഡംബര ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹു നിനക്ക് സമ്പത്ത് തന്നത് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ല. നീ വിചാരിക്കും പടച്ചവൻ എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാ ഞാൻ തൊടുന്നതെല്ലാം എനിക്ക് പൊന്നായി തരുന്നത്. അള്ളാഹു സമ്പത്ത് തന്ന് ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് ഒരിക്കലും കരുതല്ല പെണ്ണേ. പാവപ്പെട്ടവന് സ്വർഗത്തിൽ കടന്നിട്ട്, അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പാവപ്പെട്ടവന് സ്വർഗത്തിൽ കടന്നിട്ട് 5000 വർഷത്തിന് ശേഷമേ ഒരു പണക്കാരൻ സ്വർഗത്തിൽ കിടക്കൂ.
അള്ളാന്റെ റസൂല് പറയുകയാ, പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്നതാരാ? മഹാനായ സുലൈമാൻ നബിയല്ലേ? സുലൈമാൻ നബിയല്ലേ അല്ലാഹു എല്ലാ വാരിക്കോരിക്കൊടുത്ത പ്രവാചകനാ. പടച്ചവന്റെ മുന്നിൽ കണക്ക് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകനാ. സഹാബാക്കളിൽ ഏറ്റവും അവസാനം കിടക്കുന്ന സഹാബിയാരാ? മുട്ടുകാലിൽ ഇഴഞ്ഞ് സ്വർഗത്തിലേക്ക് വരുന്ന ഒരു സഹാബിയുണ്ട്, പണക്കാരനായ സഹാബിയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പാവപ്പെട്ടവനെ സ്വർഗത്തിൽ കിടന്നിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞ് പണക്കാരൻ പടച്ചവന്റെ സ്വർഗത്തിൽ കിടക്കൂ എന്ന് പ്രവാചകനെ പഠിപ്പിക്കുമ്പോൾ, അല്ലാഹു നിനക്ക് പണം തന്നത് നിന്നോടുള്ള പ്രേമം കൊണ്ടല്ല, നിന്റെ ഈമാ കണ്ടിട്ടല്ല, നിന്റെ കുടുംബ മഹിമ കണ്ടിട്ടല്ല, പൊന്നുമോരെ നിന്നെ പരീക്ഷിക്കാനാ. പാവപ്പെട്ടവൻ നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടുമ്പോൾ, വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോൾ ക്യാൻസർ രോഗികളെ തോർത്തു വിരിച്ചിട്ട് യാചിക്കുകയാ. 10 രൂപയുടെ നോട്ടെടുത്ത് പുച്ഛത്തോടവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് പോകുമ്പോ നിന്നെക്കാളും അഭിമാനമുള്ളവനാ. ഗതികേട് കൊണ്ടാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പാവപ്പെട്ടവനെ സഹായിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പാവപ്പെട്ടവരെ സഹായിച്ചാൽ വയുതൈമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ فوقاهم الله شر ذلك اليوم ولكاهم نظرة وسرورا. പടച്ചവൻ തന്ന സമ്പത്തുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവര്, എത്രയോ പേര് സഹായം ചെയ്തില്ലേ? ബഹുമാനായ ഹാജിയാരക്ക് പടച്ചവന്റെ ദീനിനു വേണ്ടി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? ജനങ്ങൾ അറിയാൻ വേണ്ടിയല്ല, ഞാൻ കൊടുക്കുന്നവനാണെന്ന് ജനങ്ങളെ പറയാൻ വേണ്ടിയല്ല. എത്രയോ പാവങ്ങൾക്ക് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പണങ്ങൾ ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പാവപ്പെട്ടവനെ സഹായിക്കുന്നവരുണ്ടല്ലോ, ദീനിനെ സഹായിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് കിട്ടുന്ന പ്രതിഫലമെന്താ? ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ആരാരും സഹായിക്കാനില്ലാത്ത ഭയാനകമായ പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിലെ സൂപ്പർ സ്റ്റാറാ. അന്ന് നിനക്ക് പേടിക്കേണ്ട, അന്ന് നിനക്ക് വെയില് കൊള്ളണ്ട, അന്ന് ചെമ്പിന്റെ തറയിൽ നിന്ന് ഉരുകേണ്ടി വരില്ല, അന്ന് വിയർപ്പിൽ കിടന്ന് മുങ്ങേണ്ടി വരില്ല. പടച്ചവന്റെ കോടതിയിൽ നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? പാവപ്പെട്ടവനെ സഹായിക്കുന്നവന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലമാ. രണ്ടാമത്തെ പ്രതിഫലമെന്ത്? വലക്കാകും നളറതം വസുറൂറാ. നിനക്ക് കൈ തന്ന, കണ്ണ് തന്ന, കാല് തന്ന, ശരീരം തന്ന, ഭാര്യ മക്കളെയും പണവും കൂടെ പുറപ്പിനെയും എല്ലാം നിനക്ക് വാരിക്കോരി തന്ന പടച്ചറബുണ്ടല്ലോ. മാലിക്കുൽ മുലൂഖായ രക്ഷാധികാരിയായ മഖ്ലൂഖായ പടച്ചറബുണ്ടല്ലോ. ആ അല്ലാഹനെ കാണണ്ടേ ചെറുപ്പക്കാരാ? ആ പടച്ചവന്റെ ലിഖാവ് കാണാൻ ആഗ്രഹമുണ്ടോ? പാപങ്ങൾ നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടുമ്പോ ഒന്നും കൊടുത്തില്ലെങ്കിൽ മാട്ടിയോടിക്കല്ലേ, അവനെ പുച്ഛത്തോടു കൂടി നോക്കല്ലേ, അവനെ പരിഹസിക്കല്ലേ. ഗതികേട് കൊണ്ട് അവൻ നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടുന്നത്. മക്കളെ കെട്ടിച്ചു കൊടുക്കാ പണമില്ലാതെ ഓരോ വീടും റമളാനിന്റെ രാത്രികളിൽ കയറിയിറങ്ങി നടക്കുമ്പോൾ എന്റെ പണം കൊണ്ട് കുഴപ്പത്തിന്റെ കൊടുപ്പിൽ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, പുച്ഛത്തോടെ നോക്കല്ല പോലെ. നിന്നെ ഇതുപോലെയാക്കാൻ അധികം സമയം വേണ്ട. പടച്ചവൻ നിനക്ക് തന്നത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ ഭേദമാകാത്ത രോഗം തന്നിട്ട് പള്ളികളെയും സംഘടനകളുടെ മുന്നില് കൈനീട്ടിയിട്ട് തെണ്ടിപ്പിക്കാൻ അധികം സമയം വേണ്ട. അതുകൊണ്ട് പാവങ്ങളെ മറക്കല്ലേ, യതീമീങ്ങളെ മറക്കല്ലേ, മിസ്കീനുകളെ മറക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലോകത്തിന്റെ നേതാവ് പറയുന്ന സ്വർഗം വിളിക്കുന്ന 4ാമത്തെ വിഭാഗം അത് പാവപ്പെട്ടവനെ സഹായിച്ചവരാ. സ്വർഗം വേടോ പെങ്ങളെ, അല്ലാഹുവിന്റെ സ്വർഗം വേടോ, അല്ലാഹുവിന്റെ സ്വർഗം വേടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, യാ സ്വഹാബാ
കുറച്ച് സമ്പത്തിന്റെ ആവശ്യമുണ്ട്, കുറച്ച് സമ്പത്തിന്റെ ആവശ്യമുണ്ട്, വീട്ടിലുള്ളത് പോയി എടുത്തുകൊണ്ട് വരിക. സ്വർഗമാണ് പ്രതിഫലം, സ്വർഗമാണ് പ്രതിഫലം. അല്ലാഹുവിന്റെ പ്രവാചകന് സഹാബത്തിനോട് പറയുമ്പോൾ 4 ദിവസത്തേക്ക് സഹാബത്ത് ഇറങ്ങി ഓടുകയാണ്. അവരുടെ വീടുകളിലുള്ളത് കൊണ്ടുവരാൻ സഹാബത്ത് ഇറങ്ങി ഓടുകയാ. പണം കൊണ്ടുവന്നവരുണ്ട്, കോതമ്പ് കൊണ്ടുവന്നവരുണ്ട്, ഈത്തപ്പഴം കൊണ്ടുവന്നവരുണ്ട്. ഒരു കാരക്കയുടെ കഷ്ടം കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് കരകയറണമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല പഠിപ്പിക്കുമ്പോൾ കാരക്ക കൊണ്ട് കൊടുത്തവരുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ഓടി നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് വീടുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാ. ഒരു സഹാബിയുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ അദാ ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. 2 കാലുമില്ലാത്ത സഹാബിയാ, 2 കാലുമില്ലാത്ത സഹാബിയാ, 2 കാലും ഒരു കൈയുമില്ലാത്ത സഹാബിയാ. ഇബ്നു ഉഖൈൽ എന്ന സഹാബി തന്റെ വീടിന്റെ മുന്നിലൂടെ ഓടിപ്പോകുന്ന സഹാബിയോട് ചോദിക്കുകയാ, എവിടേക്കാ ഓടുന്നത്, എവിടേക്കാ ഓടുന്നത്? അവിടെ പറയുന്നു, ഇബ്നു ഉഖൈലേ, അല്ലാഹുവിന്റെ റസൂൽ ദീനിനു വേണ്ടി ചോദിച്ചിരിക്കുകയാ. ഉള്ളത് കൊണ്ടുവരാൻ പറഞ്ഞു. എന്റെ വീട്ടിൽ പണമില്ല, കുറച്ച് ഗോതമ്പിന്റെ മാവാവുള്ളത്, എനിക്ക് സ്വർഗം തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രതിഫലം സ്വർഗമാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്ന് പറയുമ്പോൾ ഇബ്നു ഉഖൈൽ തങ്ങളിരുന്ന് കരയുകയാ. അല്ലാഹുവേ, എന്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ലല്ലോ അല്ലാ. ഇബ്നു ഉഖൈൽ തങ്ങളുണ്ടല്ലോ, തന്റെ അയൽവാസിയായ യഹൂദിയുടെ വീട്ടിലേക്ക് ഇടഞ്ഞിടഞ്ഞ് പോവുകയാണ്. ഇടഞ്ഞിടഞ്ഞ് യഹൂദിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുമോ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുമോ? യഹൂദി ചോദിച്ചു, എന്ത് ജോലി ചെയ്യാനാ? കാലില്ലാത്തവനല്ലേ, ഒരു കൈയില്ലാത്തവനല്ലേ, നീ എന്ത് പണിയാ ചെയ്യുന്നത്? ഇബ്നു ഉഖൈൽ തങ്ങൾ പറയുകയാ, ഈന്തപ്പന മരത്തിന് ഞാൻ വെള്ളമൊഴിക്കാം. അവസാനം ജോലി കൊടുക്കുമ്പോൾ വെള്ളം കോരുന്നതിന് വേണ്ടി കയറും പാത്രം എടുത്തുകൊണ്ട് കിണറ്റിന്റെ പുറത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ഇബ്നു ഉഖൈൽ തങ്ങൾ വെള്ളം കോരിയത് എങ്ങനെയെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു കൈ കൊണ്ടിങ്ങനെ വെള്ളം വലിക്കുകയാണ്, ഒരു കൈ കൊണ്ട് കയറിങ്ങനെ വലിക്കുകയാ. രണ്ടാമത്തെ വലിക്കാൻ കയ്യില്ല. ഉടനെ കയറിങ്ങനെ വായിലേക്ക് കടിച്ചു പിടിക്കുകയാണ്. കയറിന്റെ ഒരു ഭാഗം പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുകയാ. രണ്ടാമത്തെ കൈ കൊണ്ട് വെള്ളം വലിക്കുകയാ. ഇതുപോലെ വെള്ളം കോരിയിട്ട് ഓരോ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ഭൂമിയിലൂടെ ഇടഞ്ഞിടഞ്ഞു കൊണ്ടുപോയി വെള്ളമൊഴിക്കുകയാ. യഹൂദി വീടിനകത്തേക്ക് കയറിപ്പോയി കുറച്ചു കടിഞ്ഞിറങ്ങി വരുമ്പോ ഇബ്നു ഉഖൈൽ തങ്ങളെ കാണുന്നില്ല, വെള്ളമൊഴിക്കുന്ന സഹാബിയെ കാണുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവര് തോട്ടത്തിലേക്ക് ഇറങ്ങി വരികയാ. രക്തം ഇങ്ങനെ പോയിരിക്കുന്ന പാടുകൾ നോക്കി അതാ യഹൂദി നടന്നു ചെല്ലുമ്പോ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടക്കുകയാ. ഇബ്നു ഉഖൈൽ തങ്ങള് രക്തത്തിൽ കുളിച്ചേരാ ബോധം കെട്ട് കിടക്കുകയാണ്. വെള്ളം കൊണ്ട് ഇബ്നു ഉഖൈൽ തങ്ങളുടെ മുഖത്തേക്ക് ഒഴിക്കുകയാ. ബോധം വന്ന സമയത്ത് ഇബ്നു ഉഖൈൽ തങ്ങളോട് ചോദിക്കുന്നു, ഇബ്നു ഉഖൈലേ, നിനക്ക് എന്തേ ഇത്ര ആവശ്യമെന്ത്? പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരായിരുന്നു, നിനക്ക് ഞാൻ വെറുതെ തരുമായിരുന്നല്ലോ, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടത്? ഇബ്നു ഉഖൈൽ തങ്ങളോട് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നു, മനുഷ്യ, അല്ലാഹുവിന്റെ റസൂല് സദഖ ചോദിച്ചിരിക്കുകയാ, പാവപ്പെട്ടവർക്ക് കൊടുക്കാ ചോദിച്ചിരിക്കുകയാ. പ്രതിഫലം സ്വർഗമാണ് മനുഷ്യ. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇബ്നു ഉഖൈൽ തങ്ങള്, എന്റെ കൂലി തരുമോ, എന്റെ കൂലി തരുമോ? യഹൂദിയുടെ കയ്യിൽ നിന്ന് അതാ വെള്ളം കോരിയ 4 ദിനാർ മേടിച്ചുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. പ്രവാചകന്റെ മുന്നിലേക്ക് ഇടഞ്ഞിടഞ്ഞ് കിടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ വായിലൂടെ രക്തമൊലിപ്പിച്ച് ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ച് മരുഭൂമിയിലൂടെ ഇടഞ്ഞു വരുന്ന ഇബ്നു ഉഖൈൽ തങ്ങളെ കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേൽക്കുകയാ, ഓടി ചെല്ലുകയാ. അവിടെ നിന്ന് ചോദിച്ചു, ആരാ നിന്നെ ഉപദ്രവിച്ചത്, ആരാണ് നിന്നെ വേദനിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ആരും ഉപദ്രവിച്ചില്ല നബിയേ, എന്നാരും ഉപദ്രവിച്ചില്ല നബിയേ. പിന്നെ നിന്റെ വായിലൂടെ രക്തമൊലിക്കുന്നത് എങ്ങനാ? അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, കയറിങ്ങനെ കടിച്ച് കടിച്ച് എന്റെ ചുണ്ട് മുറിഞ്ഞതാണ് നബിയേ. കയറിങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ചുണ്ട് മുറിഞ്ഞിട്ട് രക്തമിങ്ങനെ ഒലിക്കുകയാ. എന്റെ തുടയിലൂടെ മരുഭൂമിയിലൂടെ ഉരഞ്ഞുരഞ്ഞ് നടന്ന് ഓരോ മരത്തിന്റെ ചുവട്ടില് വെള്ളമൊടിക്കുന്നതിന് വേണ്ടി ഇടഞ്ഞിടഞ്ഞ് നടന്നിട്ട് എന്റെ കാലിലെ മാംസം ഉരഞ്ഞു പോയിട്ട് രക്തം വരികയാ നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഇബ്നു ഉകൈലെ, എന്തിനാ നീ ഇത്ര കഷ്ടപ്പെട്ടത്? നിനക്കെന്തേ പണത്തിന്റെ ഇത്ര ആവശ്യമെന്ത്? ഇബ്നു ഉകൈല തങ്ങള് ചിരിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗം വേണം നബിയേ, എനിക്ക് സ്വർഗം വേണം നബിയേ. എന്റെ കയ്യിൽ തരാനൊന്നുമില്ല നബിയേ, കോടികളുടെ ആസ്തി എനിക്കില്ല നബിയേ, എനിക്ക് തരാൻ ഭക്ഷണമില്ല നബിയേ, ആകെ കിട്ടിയത് 4 ദിനാറായ റസൂലല്ലാഹ്, ഇതെടുത്തോ നബിയേ, എനിക്ക് പകരം സ്വർഗം തരണേ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് 2 കാലുമില്ലാത്ത ഇബ്നു ഉകൈൽ എന്ന സഹാബി കഷ്ടപ്പെട്ട് കിട്ടിയ പണം കൊണ്ട് കൊടുത്തെങ്കിൽ അല്ലാഹു സമ്പത്ത് തന്നിട്ട് പോലും പാവപ്പെട്ടവന്റെ കണ്ണീര് കാണാത്ത പണക്കാരാ. അല്ലാഹുവിനെ മറക്കല്ലേ പോരെ, പടച്ചവനെ മറന്നു പോകല്ലേ, യതീമീങ്ങളെ മറക്കല്ലേ, മിസ്കീനുകളെ മറക്കല്ലേ, ക്യാൻസർ രോഗികളെ മറക്കല്ലേ, കടം കൊണ്ട് വലകുന്നവനെ മറക്കല്ലേ, പള്ളിയുടെ മുന്നിലിരുന്ന് യാചിക്കുന്നവരെ പുച്ഛത്തോടെ നോക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വിശുദ്ധ റമളാനാ, ഫിത്ർ സകാത്തുകൾ കൊടുക്കണേ, സകാത്തിന്റെ വിഹിതങ്ങൾ കൊടുക്കണേ, പാവപ്പെട്ടവനെ സഹായിക്കണേ, പ്രതിഫലം വാരിക്കോരിത്തരുന്ന മാസമല്ലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യാ സ്വഹാബാ, സ്വർഗം വെളുക്കുന്ന 4ാമത്തെ വിഭാഗം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവനാ, പാവങ്ങളെ സഹായിക്കുന്നവനാ, അവനെ പടച്ചവന്റെ സ്വർഗം വെളുക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം ഒരുപാട് കടന്നു, തങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനി പ്രസംഗിക്കുന്നത് അദബ് കേടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹു ഇനി എപ്പോഴെങ്കിലും ആയുസ് തന്നാൽ ഇൻഷാ അല്ലാഹ് എവിടെയെങ്കിലും വെച്ച് സംസാരിക്കാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു ബർക്കത്തിന് വേണ്ടി, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൈക്ക് സെറ്റും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് പണം ചെലവുണ്ട്. ഒരു വലിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ കയ്യിലുള്ളതിൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളൊക്കെ പിന്നീട് സദഖ ചെയ്യുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകും. ഒരു ബർക്കത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യാൻ പോവാം. അതുകൊണ്ട് ഒരു ബർക്കത്തിന് വേണ്ടി ഞാനൊരു സദഖ ചോദിക്കാം. കൂടുതലൊന്നും വേണ്ട. പരിശുദ്ധമായ റമളാനിൽ ഈ മൈക്ക് സെറ്റിൻ്റെയും മറ്റുള്ളതിൻ്റെയൊക്കെ പൈസ കൊടുക്കുന്നതിന് വേണ്ടി മാത്രം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു ചുരുങ്ങിയ ഒരു സദഖ, ഒരു ദിവസത്തെ ശമ്പളത്തിൻ്റെ പകുതി, ഒരു ദിവസത്തെ നിങ്ങളുടെ ശമ്പളത്തിൻ്റെ പകുതിയെ ഞാൻ ചോദിക്കുന്നുള്ളൂ. ആരോടും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിച്ച ഉടനെ ചാടി എഴുന്നേറ്റ് പറയണം. എനിക്ക് പിരിക്കാൻ തന്നെ അറിയില്ല. എനിക്ക് നിങ്ങളോട് 6666 രൂപ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതെൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ്. അത് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊടുക്കാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോടും ഞാൻ നിർബന്ധിക്കാറില്ല, ഇഷ്ടമുള്ളവർ. കാരണം 1 രൂപയെങ്കിലും ആരെങ്കിലും സദഖ കൊടുക്കണമെങ്കിൽ 40 ശൈത്താന്മാരെ തട്ടിയിട്ടിട്ടേ 1 രൂപയെങ്കിലും സദഖ കൊടുക്കാൻ പറ്റും. അപ്പോൾ 6666 രൂപ കൊടുക്കണമെങ്കിൽ എത്ര ശൈത്താന്മാരെ ചവിട്ടിക്കൊല്ലണം. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കണില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊടുക്കുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊരു ചെറിയ സദഖ, അതൊക്കെ തങ്ങൾ ചോദിച്ചോളൂ. ഞാൻ ബർക്കത്തിന് വേണ്ടി, എൻ്റെ മനസ്സിന് സമാധാനത്തിന് വേണ്ടി ഒരു സദഖ, ഒരു 313 രൂപ അല്ലാഹു തോന്നിപ്പിക്കുന്ന ആർക്കെങ്കിലും കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. 313 രൂപ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇൻഷാ അല്ലാഹ് ഇനി ഇത്രയും പേരിൽ 16 പേര്. ഇനി ഒരു 4 പേരും കൂടെ പൊക്കിക്ക്. 4 ആൾക്കാർ. 1 2 നിൽക്ക്. 1 17 18 19 20 21 22. ഇൻഷാ അല്ലാഹ് ഒരാളും കൂടെ 23. അൽഹംദുലില്ലാഹ്. ഖുലൂ തക്ബീർ. 23 പേര്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനിയുണ്ടോ? 2 പേരും കൂടെ 25 തയ്ക്കുക. 25 പെണ്ണുങ്ങളെയും പിടിക്കാം. 2 ആൾക്കാരും കൂടെ. ആരെങ്കിലും 2 പേരും കൂടെ. അൽഹംദുലില്ലാഹ്. സദ്യ മൈക്ക് സെറ്റാര് അനിയ ഒരു 313 രൂപ കൊടുത്തേക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയായി ഇരിക്കുന്നത്. കുഴപ്പമില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരാളും കൂടെ സദസ്സിൽ ആരെങ്കിലും പൊക്കിയെങ്ങാതി ആരെങ്കിലും ഒരാൾ, അവസാനത്തെ ആൾ 313 രൂപ. ആരെങ്കിലും ഒരാൾ ഒരു 3 സ്വലാത്ത് പറഞ്ഞ്
പറയുന്നേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ആരെങ്കിലും ഉണ്ടോ? ഒരാൾ, ലാസ്റ്റത്തെ വ്യക്തി. ഇൻഷാ അല്ലാഹ് 2 പേര്. 26 കൂലോ തക്ബീർ. 27 അൽഹംദുലില്ലാ. ഇനി താത്തമാരൊന്ന് പൊക്കിക്കുക. 313 രൂപ പെട്ടെന്ന് പൊക്കാം. പൊക്കി മച്ചി ഇൻഷാ അല്ലാഹ്. അല്ലാഹു സി ഒന്ന് പൊക്കിയ. ഒന്ന് 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27. എന്താത്തെ 27 പേര്. ഇനി ഒന്ന് പൊക്കിക്കേ. ആണുങ്ങൾ 27 കൂടുതൽ. 28 ഇൻഷാ അല്ലാഹ്. പൊങ്ങട്ടെ 29 30 31 പൊങ്ങട്ടെ 32 33 ഇൻഷാ അല്ലാഹ്. പോരാ താത്താമാരെനിക്ക് ഇഷ്ടമുള്ളവർ പൊക്കിക്കേ. 34 35 ഇനി പൊങ്ങട്ടെ 36 37 38 പോരാ 38 രണ്ടുപേരും കൂടെ 39 ഒരാളും കൂടെ പോരാ. സലാത്ത് പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഒരാളും കൂടെ 39 40ാമത്തെ ആട് കുലൂ തക്ബീർ 41 അൽഹംദുലില്ലാ. എന്നാൽ പിന്നെ 50 വെച്ചുകൂടെ? എനിക്കൊരു 50 അടിക്കാം. 42 ഇനി ഇപ്പോൾ 313 രൂപ നിനക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടറിന് കൊടുക്കുന്ന ഫീസാണ്. എന്തെങ്കിലും മാരക രോഗം അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. 42 ഇനി 43 44 അൽഹംദുലില്ലാ. 45 46 47 ഇനി 3 പേരും കൂടെ പെട്ടെന്ന് 50 അടിക്കാറായി. 48 2 പേരും കൂടെ 49 അൽഹംദുലില്ലാ. ഒരാളും കൂടെ 50 51 കൂലോ തക്ബീർ. പാറ മനുഷ്യന്മാരെ കൂലോ തക്ബീർ. നിങ്ങൾ 27ആയി. 30എങ്കിലും തികച്ചേ. 3 പേര് പൊക്കി. അവർ 50 പേരായി. എൻ്റെ പകുതിയെങ്കിലും ആവണ്ടേ? ഒരു 3 പേരാരെങ്കിലും അൽഹംദുലില്ലാ. 313 രൂപ എടുക്കാൻ ഉണ്ടാ 1. അള്ളാഹു ആ പൊന്നുമോന് ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. 2 പേരും കൂടെ ഇല്ലെങ്കിൽ ഞാൻ പെങ്ങന്മാരെ നിന്ന് മേടിച്ചോളാം. ഇല്ലല്ലോ, ആരും ഇല്ലല്ലോ. താജുക്ക കൊടുത്ത് 1. ഇനി ഒരാളും കൂടെ ഇല്ലേ? ഹജിയാരെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ പള്ളിയിലെ ഉസ്താദ് തന്നെ കൊടുത്തോളൂ. അതല്ലേ ഹത്തീബ്? അതല്ലേ ആരാ? ഉസ്താദ് തന്നെ കൊടുത്തോളൂ. ഇത്തിരി ആത്മാർത്ഥമായിട്ട് ഹത്തീബ് ഉസ്താദ് ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ ആരും വേണ്ട. ഹത്തീബ് ഉസ്താദ് തന്നെ കൊടുത്തോളൂ. അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ മുഖത്ത് കണ്ട പുഞ്ചിരി അള്ളാഹു മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. 30 ആണുങ്ങളും 51 പെണ്ണുങ്ങളും. അതൊരു കോമ്പിനേഷൻ ഇല്ല. കുഴപ്പമില്ല. ബാക്കി തങ്ങൾ നോക്കിക്കോളും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും പേരെഴുതിയിട്ട് പോകണമെന്ന്. ഇല്ല ഉസ്താദെ, അവരൊക്കെ തരാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ പൊക്കിയേ. ചുമ്മാ ഇപ്പം ആര് കാണാനാ? നിങ്ങളാരും കണ്ടില്ലല്ലോ. തരാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ. ഫോൺ നമ്പരൊക്കെ എഴുതി കൊടുക്കണ്ട. ഞാൻ ഫോൺ നമ്പരൊക്കെ കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തങ്ങൾ ദുആ ചെയ്യും. എങ്കിലും ഞാനൊരു ചെറിയ ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ ദയാലുവായ കരുണയുള്ള ഗഫൂറായ പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ, ഈ പരിശുദ്ധമായ റമദാനിൻ്റെ നോമ്പ് പിടിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സാലിഹായ അമലായി നീ സ്വീകരിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങളുടെ നോമ്പിനെ നീ കബൂലാക്കണേ പടച്ചവനെ. അല്ലാഹ് എന്തെങ്കിലും പാപം ചെയ്താൽ നീ പുറത്തു മാപ്പാക്കി തരണേ പടച്ചവനെ. അല്ലാഹ് ഞങ്ങളുടെ നോമ്പിൻ്റെ പ്രതിഫലം എടുത്ത് നീ മറ്റുള്ളവർക്ക് നൽകല്ലേ റഹ്മാനെ. അള്ളാഹുവെ പടച്ച റബ്ബേ, ഞങ്ങൾക്കൊക്കെ നീ ആഫിയത്തും ദീർഘായുസ് നൽകണേ റഹ്മാനെ. മാരകമായ രോഗങ്ങൾ തരല്ലേ പടച്ചവനെ. ക്യാൻസർ തരല്ലേ അള്ളാഹുവെ. ട്യൂമർ നൽകല്ലേ പടച്ചവനെ. കിഡ്നികൾ തകർന്ന് അള്ളാഹുവെ ഡയാലിസ് ചെയ്യേണ്ട അവസ്ഥ തരല്ലേ പടച്ചവനെ. അള്ളാഹുവെ കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ പടച്ചവനെ.
ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളുടെ മരണം ആഗ്രഹിക്കല്ലേ പടച്ചവനെ, ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ പടച്ചവനെ. അള്ളാഹുവെ മരണം ഹൈറാകുന്ന സമയത്ത് യാത്രയാകാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ റബ്ബെ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. മരണപ്പെട്ടവരുടെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ മരിക്കുവോളം അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള ഓർമ്മയും ഭാഗ്യവും നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ജീവിച്ചിരിക്കുന്നവർക്ക് മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ റബ്ബെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ തരണേ പടച്ചവനെ. അല്ലാ ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കളെ തരണേ അല്ലാ. ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്ന മക്കളെ തരണേ അല്ലാ. അള്ളാഹുവെ കള്ളുകുടിയനെ ഞങ്ങളുടെ മയ്യത്തിൻ്റെ ഇമാമാക്കല്ലേ അള്ളാഹുവെ. പടച്ചവനെ വ്യഭിചരിക്കുന്നവനെ ഞങ്ങളുടെ മയ്യത്തിൻ്റെ ഇമാമാക്കല്ലേ അല്ലാ. പലിശ തിന്ന് നടക്കുന്നവനെ ഞങ്ങളുടെ മയ്യത്തിൻ്റെ ഇമാമാക്കല്ലേ അല്ലാ. പടച്ചവനെ ബിദഅത്തുകാരെയും അതുപോലെ വൻഭാവം ചെയ്യുന്നവരെയും ഞങ്ങളുടെ മയ്യത്തിൻ്റെ ഇമാമാക്കല്ലേ പടച്ചവനെ. അള്ളാഹുവെ നീ ഇഷ്ടപ്പെട്ടവർ ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കണേ അള്ളാഹുവെ. അള്ളാഹ് ഞങ്ങളുടെ ഖബറിൻ്റെ പുറത്ത് വന്ന് ഒരു ഫാത്തിഹയെങ്കിലും ഓതി ദുആ ചെയ്യുന്ന സാരിഹായ പൊന്നുമോനെ നൽകണേ അള്ളാഹുവെ. അള്ളാഹുവെ പടച്ച റബ്ബെ ഈ സദസ്സിലിരിക്കുന്ന ആലിമീങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു അവരൊക്കെ നീ ഉഖ്റവിയായ ആലിമീങ്ങളാക്കണേ അല്ലാ. പടച്ചവനെ അള്ളാഹുവെ പടച്ചവനെ ഇഖ്ലാസ് ഉള്ളവരാക്കണേ അല്ലാ. അള്ളാഹു അവരുടെയൊക്കെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ തങ്ങൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ, ആഫിയത്ത് കൊടുക്കണേ പടച്ചവനെ, ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ അള്ളാഹുവെ. പടച്ചവനെ മാണിയൊരു ഉസ്താദിന് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ നിൻ്റെ ദീനിന് വേണ്ടി ദഅവത്ത് ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ച റബ്ബേ ഈ സ്റ്റേജിലിരിക്കുന്ന ഹാജിയാക്കന്മാരെ നീ അനുഗ്രഹിക്കണേ അള്ളാഹുവെ. പടച്ചവനെ പ്രത്യേകിച്ച് ഖത്തർ ഹാജി നീ അനുഗ്രഹിക്കണേ അള്ളാഹുവെ. പടച്ചവനെ മാതാപിതാക്കളുടെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ പടച്ചവനെ. ഇങ്ങനെ ഒരു മകനെ എനിക്ക് കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് ഉമ്മയും ഉപ്പയും സന്തോഷിക്കണേ പടച്ചവനെ. അള്ളാഹുവെ സാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ പടച്ചവനെ. കൊച്ചുമക്കളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ മരിക്കണ സമയം ഈ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പ്രതിഫലമായി സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാഹുവെ ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരെ നീ അനുഗ്രഹിക്കണേ അള്ളാഹുവെ. പടച്ചവനെ റബ്ബെ മരിക്കണ ദിവസം സ്വന്തം കൈകൊണ്ട് ഒളിവെടുത്തിട്ട് അവസാനത്തെ നിസ്കാരവും ജമാഅത്തായി നിസ്കരിച്ചിട്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാഹുവെ. അള്ളാഹുവെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിൻ്റെ മക്കളാക്കണേ അല്ലാ. ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരാക്കണേ അല്ലാ. നല്ല കാര്യങ്ങൾക്ക് ഒരുമിക്കുന്നവരാക്കണേ അല്ലാ. നല്ല ജോലി കൊടുക്കണേ റബ്ബേ. സാലിഹത്തായ ഭാര്യമാരെ നൽകണേ അല്ലാ. അല്ലാഹ് ഈ സദസ്സിലിരിക്കുന്ന ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ പടച്ചവനെ. അള്ളാഹുവെ ആ പാവങ്ങളെ നീ വേദനിപ്പിക്കല്ലേ പടച്ചവനെ. മാരക രോഗങ്ങൾ കൊടുക്കല്ലേ അള്ളാഹുവെ. അവരുടെ ശരീരം അറുത്തു മുറിക്കല്ലേ അല്ലാ. മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നിന്നോട് മാത്രം പറയുന്നവരാ അല്ലാ സാധിച്ചു കൊടുക്കണേ തമ്പുരാനെ. നല്ല ജീവിതം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളുടെ പെമ്മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈമാനുള്ളവരാക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ ബക്കറ്റ് കൊണ്ടുവന്നപ്പോൾ പൈസ ഇട്ടവർ 313 രൂപ സദക്ക കൊടുത്ത് എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ റബ്ബെ ഈ പരിപാടിക്ക് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നീ അർശിൻ്റെ തണല് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ ഇവരെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ മൈക്ക് സെറ്റിൻ്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ എൻ്റെ കൂടെ വന്ന ഷരീഫ് എന്ന കൂടപ്പുറപ്പിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ എന്നെ സ്നേഹിക്കുന്ന ഷാജു ഖാൻ നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ. ആ പാവപ്പെട്ടവൻ്റെ മാതാപിതാക്കളുടെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ 3 പെമ്മക്കളാ നീ കാക്കണേ അല്ലാ. സാരിഹത്താക്കണേ അല്ലാ. അള്ളാഹുവെ ഭാര്യ നീ സാരിഹത്താക്കണേ അല്ലാ. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ച റബ്ബെ ഇതുകൊണ്ട് ആരൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാ നിൻ്റെ മുന്നിൽ നീട്ടുന്ന ഈ കൈകൾ മരിക്കുവോളം ആരുടെ മുന്നിൽ നീട്ടേണ്ട അവസ്ഥ തരല്ല റഹ്മാനെ. അല്ലാ നിൻ്റെ മുന്നിൽ കുനിക്കുന്ന തല മരിക്കുവോളം ആരുടെ മുന്നിലും ഒരു സെക്കൻഡ് പോലും താഴ്ത്തേണ്ട അവസ്ഥ തരല്ലേ പടച്ചവനെ. അള്ളാഹുവെ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ പടച്ചവനെ. അല്ലാ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ ഇസ്മായിൽ കാസിമി എന്ന എൻ്റെ സുഹൃത്ത് നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ റബ്ബെ ഉപ്പാൻ്റെ രോഗത്തിന് ശിഫ നൽകണേ അള്ളാഹുവെ. ജോലിയിൽ സ്ഥിരത നൽകണേ റഹ്മാനെ. സ്വാലിഹത്തായ ഭാര്യയെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ ഈ ശബ്ദം നീ നിലനിർത്തി തരണേ പടച്ചവനെ. അഹങ്കാരം തരല്ലേ അല്ലാ. അള്ളാഹുവെ അഹങ്കാരം തരല്ലേ അല്ലാ. ജനങ്ങൾ വലിയ പ്രസംഗകനാണെന്നും പറയാൻ വേണ്ടി പ്രസംഗിക്കുന്നവനാക്കല്ലേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ എൻ്റെ ഉപ്പാൻ്റെ ഖബറിടം നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. എൻ്റെ ഉമ്മയ്ക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ എൻ്റെ വൈഫിൻ്റെ ഉപ്പ സുഖമില്ലാതെ
റബ്ബേ രാത്രി ഉറങ്ങാൻ പോലും കഴിയാതെ ഇരുന്ന് കരയുകയാണ്. റബ്ബേ ശിഫ നൽകണേ പടച്ചവനെ, ശിഫ നൽകണേ അല്ലാ. പടച്ചവൻ എൻ്റെ ഭാര്യയെ നീ സാലിഹത്താക്കണേ അല്ലാ. അല്ലാ എൻ്റെ പൊന്നുമോനെ നീ ഹാഫിലാക്കി തരണേ പടച്ചവനെ, എൻ്റെ പൊന്നുമോനെ നീ ഹാഫിലാക്കി തരണേ പടച്ചവനെ, എൻ്റെ പൊന്നുമോനെ നീ ഹാഫിലാക്കി തരണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളുടെ ഈ ദുആയി നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ റബ്ബേ ഞങ്ങൾ മറന്നാലും നീ ഞങ്ങളെ മറക്കല്ലേ പടച്ചവനെ. ആര് കൈയൊടിഞ്ഞാലും നീ ഞങ്ങളെ കൈയൊടിയല്ലേ പടച്ചവനെ. ആര് കളിയാക്കിയാലും നീ ഞങ്ങളെ കളിയാക്കല്ലേ പടച്ചവനെ. അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നിന്നോട് സ്വർഗം ചോദിക്കാൻ യാതൊരു അർഹതയുമില്ല തമ്പുരാനെ. എങ്കിലും അല്ലാ നിൻ്റെ കരുണ കൊണ്ട് നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ഈ സദസ്സ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ സദസ്സാക്കല്ലേ അല്ലാ. ഈ ദുആ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദുആ ആക്കല്ലേ അല്ലാ. ഈ നോമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ നോമ്പാക്കല്ലേ അല്ലാ. അള്ളാഹുവെ ഇന്ന് ഞങ്ങൾ പിരിഞ്ഞിട്ട് അസർ നമസ്കാരത്തിൻ്റെ മുമ്പ് ഞങ്ങൾ ആരെങ്കിലും മരിച്ചുപോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ റബ്ബിർഹംഹുമാ കമാ റബ്ബവനാ സിഗാറ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ഇരിക്കുക. സയ്യിദ് അവറുകളുടെ നല്ല ദുആയും നസീഹത്തും ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് വേണം എല്ലാവരും പോകാൻ.